അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു തഖ്വല്ലാഹി ഇബാദല്ലാഹ് ഉസീകും ബിഇയായി അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു തഖ്വല്ലാഹി ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള ഒരു ഇസ്ലാമിക വിജ്ഞാന സദസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തത്തെ സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വളരെ കുറഞ്ഞൊരു സമയം നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സമയബന്ധിതമായി സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിന് ശേഷം, അള്ളാഹുവിൻ്റെ കോടാനുകോടി സൃഷ്ടിജാലങ്ങളിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു, വലഖദ് കർറംനാ ബനി ആദം. മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് ആദമിൻ്റെ മക്കളായ നമ്മളെ അള്ളാഹു മറ്റുള്ളവയിൽ നിന്നെല്ലാം അല്പമൊരു ആദരവ് നൽകിയിട്ടുണ്ട്. മറ്റൊരു ആയത്തിൽ കാണാം, തഫ്ളീൽ നൽകിയിട്ടുണ്ട്. പടച്ചവൻ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ഒരു ശ്രേഷ്ഠത അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. മറ്റു ജീവജാലങ്ങളുമായി ബന്ധപ്പെടുത്തി ശരിക്കും നമ്മളുടെ ഒരു കഴിവിനെ നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരായ നമ്മൾക്ക് ഇവിടെയുള്ള മറ്റു ജീവജാലങ്ങൾ അത്ര സ്പീഡിൽ ഓടാനോ അല്ലെങ്കിൽ അവർ ഉയർത്താൻ പറ്റുന്ന അത്ര ഭാരം ഉയർത്താനോ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ അവയെല്ലാം മെരിക്കാനും അവയെല്ലാം നമ്മുടെ കീഴിലാക്കാനുമുള്ള ഭൗതികമായ ബുദ്ധിപരമായ കഴിവും ശേഷിയും അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ മനുഷ്യർക്ക് മാത്രമായി അള്ളാഹു നൽകിയ വലിയ സവിശേഷതയുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ ചില സ്ഥലങ്ങൾ പറഞ്ഞില്ലേ, നമ്മളെ അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യന്മാരിന്ന് പുതിയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ ടൂർ പാക്കേജ് സംഘടിപ്പിച്ചു കൊടുക്കാൻ ചന്ദ്രനിലേക്ക്. അത് അള്ളാഹു തന്ന കഴിവ് കൊണ്ട്, അവൻ്റെ തൗഫീഖ് കൊണ്ട് മനുഷ്യൻ എത്തിപ്പെട്ട സ്ഥലമാണ്. അന്തർവാഹിനികൾ ഉപയോഗിച്ച് ഏറ്റുമുട്ടൽ നടത്തുകയാണ്. പുതിയ റോബോട്ടിക്സ് യുഗത്തിൽ മനുഷ്യന്മാരുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൊളോബറേറ്റ് റോബോട്ടുകളെ മനുഷ്യന്മാർ കണ്ടെത്തി കഴിഞ്ഞു. മനുഷ്യനെ സഹകരിച്ച് അങ്ങാടി കൂടെ മനുഷ്യന്മാർ പോണ അതേപോലെ കൈപിടിച്ച് പോകാൻ പറ്റുന്ന പുതിയ റോബോട്ടുകളെ കണ്ടുപിടിച്ചു. കുറച്ചുകൂടി അറിയുന്ന ആളുകൾക്കറിയാം, ടെസ്ല കമ്പനികൾ പോലെയുള്ള കമ്പനികൾ ഓട്ടോണമസ് ഡ്രൈവേഴ്സ്, നമ്മുടെ ഡ്രൈവർ ഇല്ലാതെ സ്വന്തമായിട്ട് വാഹനം, സ്വന്തമായിട്ട് നമ്മളെ ഈ യാത്രക്കാരെയും കൊണ്ട് നിശ്ചിതമായ സ്ഥലത്തെത്താൻ കിലോമീറ്ററുകളോളം പോകുന്ന വാഹനങ്ങൾ മനുഷ്യന്മാരുടെ ബുദ്ധി വൈഭവം കൊണ്ട് കണ്ടെത്തി. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ എത്തിപ്പെട്ട വലിയ സാധ്യതകളും വലിയ കണ്ടുപിടുത്തങ്ങളുടെ മേഖലയാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു നമ്മളെയാണ് മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ ആദരിച്ചത്, ബഹുമാനിച്ചത്, ശ്രേഷ്ഠകൾ, തഫ്ളീലുകൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾക്ക് കാണാം. അവനവൻ്റെ കയ്യിൽ കെട്ടിയ വാച്ചിൽ അവനാൻ്റെ ഹാർട്ട് ബീറ്റ് വരെ കാണാം. പുതിയ ലോകത്തെ ശസ്ത്രക്രിയകളിൽ മനുഷ്യന്മാരുടെ എണ്ണം കുറവും AI ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ശസ്ത്രക്രിയകൾ നടത്തുന്ന സംവിധാനങ്ങൾ ഇന്ത്യയിൽ വരെ വരാൻ തുടങ്ങി. ഇതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് മനുഷ്യന്മാരുണ്ടാക്കിയെടുത്താണ്. ഇതൊക്കെ അള്ളാഹു പറഞ്ഞിട്ട് നമ്മളോട് ഒരു വാക്ക് പറഞ്ഞു, യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ. നമ്മളോട് പറയും, മനുഷ്യന്മാർ ഇതൊക്കെ ഞാൻ തന്നതാണെങ്കിലും അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്,
നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഔദാര്യം പറ്റി ജീവിക്കേണ്ടവനാണ്. നേർക്ക് നേരെ പറഞ്ഞാൽ അതാണ്. വല്ലാഹു ഗനിയുൻ ഹമീദ്, അള്ളാഹുവാണ് എല്ലാത്തിനും ഉടമസ്ഥൻ. നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രം ജീവിക്കാൻ, അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് ജീവിക്കേണ്ടവരും പടച്ചവന്റെ പക്കൽ നിന്നുള്ള ദയാവായ്പിന് വേണ്ടി കേഴേണ്ടവരും അള്ളാഹുവിൽ നിന്നുള്ള തിരുനോട്ടം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരും ആണ് നമ്മൾ എന്ന് പടച്ചവൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഇതെന്തിനാ പറഞ്ഞു? ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ന് 12ാമത്തെ ദിവസമാണ്. 12ാമത്തെ ദിവസം ഒരു സഹോദരനെ കണ്ടു കിട്ടിയിട്ടില്ല. അള്ളാഹു ഒരു നല്ല വാർത്തയിലേക്ക്, ആ കുടുംബത്തിന് സമാധാനം നൽകുന്നൊരു വാർത്തയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് 12 ദിവസമായല്ലോ, നമ്മൾ ആലോചിക്കണം, 12 ദിവസമായി. ആ 12 ദിവസത്തിൽ ഒരു സംസ്ഥാനത്തെ മുഴുവൻ സംവിധാനങ്ങളും അവിടെ എത്തിച്ചു. റഡാറുകൾ, ഡ്രോണുകൾ, ശക്തമായ ഒഴുക്കിലും നീന്താൻ പറ്റുന്ന മുങ്ങൽ വിദഗ്ധന്മാർ, പട്ടാളമിറങ്ങി. കേരളത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഭരണകൂടം ഒന്നിച്ച് കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ചു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ? എവിടെയാണ് എന്ന് തിരയണ്ട, സംസ്ഥാനം തിരയണ്ട, ജില്ല തിരയണ്ട, സ്ഥലം തിരയണ്ട. ഈ സംസ്ഥാനത്ത്, ഈ ജില്ലയിൽ, ഈ പ്രദേശത്ത് ഇവിടെയാണ് എന്നറിയാം, ഈ പ്രദേശത്താണെന്നറിയാം. 12 ദിവസം തിരയാൻ തുടങ്ങി, കിട്ടിയില്ല. എന്തൊക്കെ സംവിധാനങ്ങൾ! ആകാശത്തുനിന്ന് തെരച്ചിൽ, ഭൂമിയുടെ അടിഭാഗത്ത് നിന്ന് തെരച്ചിൽ, 4 ഭാഗത്ത് നിന്ന് തെരച്ചിൽ, 24 മണിക്കൂർ തെരഞ്ഞു. 12ാമത്തെ ദിവസം കിട്ടിയില്ല. എന്തേ സൗങ്ങളെ അള്ളാഹ് പറഞ്ഞറിയോ? മനുഷ്യന്മാരെ, നിങ്ങൾ ഞാൻ തന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് എല്ലാം ചെയ്തോളി, പക്ഷെ കാണണമെങ്കിൽ അള്ളാന്റെ തൗഫീഖ് ഉണ്ടാകണം. അതാണ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നമ്മളോട് അള്ളാഹ് പറയാണ്, കാണണമെങ്കിൽ പടച്ചോന്റെ തൗഫീഖ് ഉണ്ടാകണം. എന്ത് ചെയ്താലും. എൻ്റെ നാടാണ് കവളപ്പാറ. കഴിഞ്ഞ തവണക്കെ ഉണ്ടായ മലയിടച്ചിലുണ്ടായ കവളപ്പാറ 22 ദിവസം തെരഞ്ഞു. ഇപ്പോഴും 11 ആള് മണ്ണിന്റെ അടിയിലാണ്. 11 ആൾ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. പൊന്മുടിയിൽ 4 ആളുകൾ ഇപ്പോഴും മണ്ണിന്റെ അടിയിലാണ്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ അൽഹംദുലില്ലാഹ് അള്ളാഹ് പറയണം, ഒക്കെ ഉപയോഗിച്ചോളി. പക്ഷെ ഞാൻ 20 ആളെ കിട്ടിയാൽ മതി, ഞാൻ തീരുമാനിച്ചാൽ 20 ആളെ കിട്ടുള്ളൂ. ഇനി ഞാൻ തീരുമാനിക്കുകയാണ്, അയാളെ ബോഡി അല്ലെങ്കിൽ അയാളുടെ ശരീരം ഏതൊരു ആളായിക്കോട്ടെ, ഒരു വ്യക്തിയുടെ ശരീരം പുറത്തേക്ക് കാണട്ടെ എന്ന് ചോദിച്ചാൽ മനുഷ്യന്മാർ നിങ്ങൾ തന്നെ വേണമെന്നില്ല. നായനെ കൊണ്ട് മാന്തിച്ചിട്ടും ഞാൻ പുറത്ത് കാണിക്കും. ഇത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇത് നമ്മൾക്ക് ബോധ്യപ്പെടണം. ഓരോ സംഭവവികാസങ്ങളിലും 24 മണിക്കൂർ നമ്മൾ വാർത്ത ഇങ്ങനെ കാണുമ്പം പുതിയ സൈന്യത്തെ അയച്ചു, പുതിയ മുങ്ങൽ വിദഗ്ധരയച്ചു, പുതിയ സംവിധാനങ്ങൾ രേഖപ്പെടുത്തി, സിഗ്നലുകൾ ലഭിച്ചു എന്ന് പറയുമ്പം നമ്മൾ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ചിന്തിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ ആലോചിക്കേണ്ട പടച്ചോനെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ നാട്ടിൽ കുറെ സാന്ദർഭികമായിട്ട് പറയാം, കുറെ ശൈഖന്മാരും ഹോജമാരൊക്കെ ഉണ്ടേനിയല്ലോ. ഗൾഫിലുള്ള ഭർത്താവിന്റെ പ്രശ്നം നാട്ടിന്ന് തിരിച്ചറിഞ്ഞ് ഇവിടുന്ന് പരിഹാരം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടേനി. ഗർഭാശയത്തിൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആൺകുട്ടിനും പെൺകുട്ടിനൊക്കെ വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടുന്ന്. UK പഠിക്കാൻ പോയ കുട്ടിന്റെ പ്രശ്നം ഇവിടുന്ന് എടത്തനാട്ടരുന്ന് അവിടെ കണ്ടിട്ട് ഇവിടുന്ന് മാറ്റിയ ആൾക്കാരൊക്കെ ഉണ്ടേനി. അവരോട് അള്ളാഹ് പറയാണ്, പടച്ചോൻ പറയാണ്, എടാ UK പോണ്ട, ഇവിടുന്ന് അങ്ങോട്ടും പോണ്ട, ഒന്നും ചെയ്യണ്ട. ഇതാണ് സ്ഥലം, ഇതാണ് മണ്ണ്, ഇവിടെയാണ്, ഇതിന്റെ അടിയിൽ എവിടെയാന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇതിന്റെ അടിയിൽ എവിടെയാന്ന് പറഞ്ഞു കൊടുത്താൽ മതി, വേറെ ഒടുക്കും പോണ്ട. എന്ന് കാണുന്നു പറഞ്ഞാലും മതി. 25 ദിവസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ, അങ്ങനെയെങ്കിലും പറയും. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. പടച്ചോൻ വിചാരിക്കാതെ ലോകത്തൊരു സംഗതി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കൂല. ഇത് പടച്ചവൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികൾ നിലനിൽക്ക്. പാണ്ടിക്കാടാണ് 14 വയസ്സുള്ള കുട്ടി നിപ്പ വൈറസ് വന്നിട്ട് മരണപ്പെട്ടു പോയത്. അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ ആദർശ കുടുംബത്തിൽപ്പെട്ട കുട്ടിയും കൂടിയാട്ടോ. നമ്മൾ ആലോചിക്കേണ്ടത് അറിയോ? വൈറസ് വന്നു, ഉടനെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു മാസ്ക് ധരിക്കണം, അകലം പാലിക്കണം. MSMന്റെ കുട്ടികളെ സയൻസ് പ്രഖ്യാപിച്ചിരുന്നു ഈ ഞായറാഴ്ച, നാളെ മാറ്റി.
ഇതുമായി ബന്ധപ്പെട്ടാണ്. കൂട്ടം കൂടൽ ഒഴിവാക്കണം, കലാലയങ്ങൾ അവിടുത്തത് പൂട്ടണം, ഓൺലൈനിൽ പഠനാക്കണം. ഒറ്റ വൈറസ് പുറത്തേക്ക് വന്നു 2023 നമ്മൾ കണ്ടതാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, മനസ്സിൽ ഇപ്പോഴും ഓർമ്മ. സ്വന്തം കുട്ടി 9 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള കുട്ടി കൊറോണ ബാധിച്ചിട്ടാകാം മരിച്ചത് എന്ന നിഗമനത്തിൽ ആശുപത്രിയിൽ നിന്ന് മരിച്ചു എന്നറിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ബാപ്പിമ്മി സമ്മതിച്ചില്ല. ഒറ്റ കുട്ടി വേറല്ല, 9 കൊല്ലം കണ്ടുണ്ടായ കുട്ടിയാണ്. എന്താ അങ്ങനെ ചെയ്തറിയോ? JCBയുടെ കൈ കൊണ്ട് ഖബറിലേക്ക് കുട്ടിനെ തള്ളിയിട്ടത് ബാപ്പിമ്മി നോക്കിന്നു. JCBന്റെ കൈയുണ്ട്, JCBന്റെ കൈയുണ്ട്. അവനവന്റെ സ്വന്തം ഉമ്മ, നൊന്തു പ്രസവിച്ച ഉമ്മാനെ, താരാട്ടുപാട്ട് പാടിയ ഉമ്മാനെ 15-20 മീറ്റർ ഇപ്പുറത്ത് നിന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് കണ്ണുനീരോടുകൂടി നമ്മൾ നോക്കിയിരുന്നു. ഒറ്റ പ്രശ്നമുള്ളൂ, സോപ്പ് കൊണ്ട് കഴുകിയാൽ പോകുന്ന ഒരൊറ്റ വൈറസിന്റെ മുന്നിൽ അള്ളാഹ് നമ്മളെ തോപ്പിച്ചു. ഗൾഫിൽ നിന്ന് വന്ന ബാപ്പ ഇവിടെ ഉണ്ട്. ബാപ്പ പോകുമ്പോ ഗർഭിണിയായിരുന്നു ഭാര്യ. ബാപ്പ വന്നു, കുട്ടിക്കോ 2 വയസ്സുണ്ട്, റൂമിന്റെ അപ്പുറത്തുണ്ട്. അവിടുന്ന് ഭാര്യയും കാണിച്ചു കൊടുക്കൂല, അവിടുത്തെ വാപ്പയും കാണിച്ചില്ല, ആരും കാണിച്ചോളൂ. കാണാം, തൊടാൻ അയക്കൂല, ബാപ്പാനെ തൊടാൻ അയക്കൂല. പേടിക്കുകയാണ് നമ്മൾ, പേടിപ്പിക്കാ പടച്ചോൻ, പേടിപ്പിക്കാൻ, ശരിക്ക് പേടിപ്പിക്കാൻ, നമ്മളെ ബോധ്യപ്പെടുത്താണ്. ലഅല്ലക്കും യതളറഊൻ, വിശ്വാസികളെ വിനയാനിതരൈക്കോളിൻ. കുറച്ച് പൈസ ഉണ്ടാകുമ്പോഴേക്കും, മക്കൾക്ക് കുറച്ചൊരു വെളുപ്പുണ്ടാകുമ്പോഴേക്കും, ഞാനിങ്ങനെ ബോധ്യപ്പെട്ടോണ്ടാണ് പറയണേ, കുറച്ച് പൈസയും മുമ്പത്തെക്കാൾ കുറച്ച് പൈസയും നമ്മളെ പെൺകുട്ടികൾക്ക് കുറച്ചൊരു വെളുപ്പും നമുക്ക് നാട്ടിൽ ഏതെങ്കിലും 2 കമ്മിറ്റിയിൽ സ്ഥാനം കൂടി കിട്ടുമ്പോഴേക്കും ഇതൊക്കെ ഞാൻ നയിച്ചുണ്ടാക്കിയതാണ് എന്ന് പറയുന്ന നാവ് ഉള്ളിൽ കിട്ടോളിൻ, മിണ്ടണ്ട, അള്ളാഹ് പറയിപ്പിക്കുകയാണ്. ഇന്നോടാണോ കളി? എനിക്കിന്നെ ശരിക്കും അറിയില്ലട്ടോ. ഞാൻ നല്ലപോലെ എന്നെ ഇവിടെ ഒന്ന് പറപ്പിക്കൂട്ടോ. എന്റെ ഉപ്പാനോട് ചോദിച്ചാൽ മതി, ഇന്നോട് കളിച്ചാൽ എന്താണ് എന്ന്. അങ്ങാടിയിൽ തുണി മടക്കുത്തി നിൽക്കണോണ്ട് അള്ള പറയാൻ, താത്തിട്ടടാ, റൂമുക്ക് പോയിക്കോ, റൂമുക്ക് പോയിക്കോ. ഭാര്യ പോലും എടുത്തേക്ക് വരാത്ത അവസ്ഥ ഒറ്റ വൈറസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കും. അന്ന് ഈ പറഞ്ഞ ഞെട്ടിക്കലൊന്നും ഉണ്ടാവില്ല. അള്ള നമ്മളെ ബോധ്യപ്പെടുത്താണ്. എന്താ ബോധ്യപ്പെടുത്തൽ അറിയോ? അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. പടച്ചവന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രം ജീവിക്കേണ്ടവർ ആണ് നമ്മൾ. നമ്മളെ കൊണ്ട് ഒരു വസ്തുവിനും പറ്റൂല എന്ന് പടച്ചവൻ നമ്മളെ ബോധിപ്പിക്കാൻ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹാഖയിലെ 38-39 ആയത്ത് അങ്ങനെ സാന്ദർഭികമായിട്ട് ഓതിയപ്പം എനിക്ക് ഓർമ്മ വന്ന, ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മ വന്ന ഒരു ആയത്താണ്. ആ ആയത്ത് ഇങ്ങനെയാണ്, ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ. വന്ന് വായിച്ച ഓർമ്മയില്ല. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നവയെ തൊട്ട് ഞാൻ ഇതാ സത്യം ചെയ്യുന്നു. അള്ളാഹ് പറയാണ്, അടുത്ത വാക്കം തരും, ഫമാലാ തുബ്സിറൂൻ. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവയുമുണ്ട്. നിങ്ങൾക്ക് നേർക്ക് നേരെ കാണാൻ കഴിയില്ല, ചിലപ്പോൾ സൂക്ഷ്മദർശിനികൾ ഉപയോഗിച്ചുകൊണ്ടാകാം, എന്തായിക്കോട്ടെ, അവയെ പിടിച്ചുകൊണ്ടും ഞാനിതാ സത്യം ചെയ്യുന്നു. നമ്മൾക്ക് കാണാൻ കഴിയാത്ത പലതും നമ്മളെ നിയന്ത്രിക്കാൻ. ഞാന് കഴിഞ്ഞ ഈ ഒരു സമയത്ത് വൈറസിന്റെ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലും മനസ്സിൽ ഇങ്ങനെ സങ്കടത്തിൽ ഓർത്തു പോണ ഒരു സംഗതി ഉണ്ട്. ഗൾഫിൽ നിന്ന് മകൻ വന്നു, 3 കൊല്ലം കഴിഞ്ഞിട്ടാ മകൻ വരുന്നേ. വാപ്പിമ്മയും വീടിന്റെ 300 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സാധാരണ വാടകക്ക് കൊടുക്കുന്ന ഒരു വീട്, ഒറ്റ വീട്, ആ വീട്ടിലേക്ക് മകനോട് അവിടെ ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് മകൻ അവിടെ 28 ദിവസം രാവിലെ വാപ്പിമ്മയും ഭക്ഷണം ഉണ്ടാക്കി മുറ്റത്ത്, സിറ്റ് ഔട്ടിന്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് പാത്രത്തിൽ വെക്കും. എന്നിട്ട് വാപ്പ പോരും. മോൻ അവിടുന്ന് ഇറങ്ങുമ്പോത്തിന് വാപ്പ ഇറങ്ങും, വണ്ടി കയറും, പോവും. ഉച്ചക്ക് വാപ്പ വരും. തിന്നു കഴിഞ്ഞ പാത്രം അവിടെ വെച്ചിക്കണമെങ്കിൽ കീസിക്ക് ഇങ്ങനെ, മകൻ കീസിക്കാക്കി ഉണ്ടാവും, അതിങ്ങനെ എടുത്താണ്ട് വണ്ടിക്കൊക്കെ പോവും, അടുത്ത പാത്രം ഇട്ട് വരും. ജീവജാലങ്ങൾക്ക് കാടിവെള്ളവും വെള്ളവും കൊടുക്കണ പോലെ അവനാന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തീനി. എന്തേ പടച്ചോൻ നമ്മളെ കൊണ്ട് ബോധിപ്പിക്കണ അരസങ്ങളെ? വല്യർത്താനം
കണ്ടു കാണിക്കുക, ഞാൻ സംഭവാന്ന് വിചാരിക്കുക, ഇന്നെക്കൊണ്ട് പലതും നടക്കുക എന്ന് പറയുന്നതൊക്കെ പടച്ചോന്റെ മുന്നിൽ നമ്മൾ വട്ടപൂജയാണെന്നുള്ള നമ്മളെ തെളിയിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസം മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടായിന് എന്തേനു? AC ആയിരുന്നു. ഫുള്ള് AC, പള്ളി ഫുള്ള് സെൻട്രലൈസ്ഡ് AC, കൂലിപ്പണിക്കാരൻ വരെ AC, ആകെ AC. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ AC ഇല്ലേ, ഞാൻ ഇപ്രാവശ്യം വെച്ച് ഞാൻ AC-ക്ക് പോയപ്പോൾ എന്നോട് കടക്കാരൻ പറഞ്ഞു, മൗലവി ഇതാണിപ്പോൾ ആകെ ഉള്ളത് ഇവിടെ, വാണേ കൊണ്ടുപോയിക്കോളി, 24ാമത്തെ ആളങ്ങൾ ഈ കടിക്ക് മാത്രം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ടെക്സ്റ്റൈൽസ് കയറുന്ന മാതിരി കയറിയിട്ട് കാര്യമില്ല, വേറെ സാധനം കിട്ടൂല, ഞാൻ അവിടുത്തെ പോകുന്നു. 1.5 മാസം മുമ്പ് ചുട്ടിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. ഇന്ന് മഴങ്ങനെ പെയ്ത് കളക്ടർ 1ാമത്തെ അവധി പ്രഖ്യാപിച്ചപ്പോൾ കുഴപ്പമില്ല. ഇനി 4 ദിവസം അടുപ്പിച്ചാണ് പെയ്തു. അപ്പൊ ഞങ്ങളെ നാട്ടിലെ ആൾക്കാർ പടച്ചോനെ കവളപ്പാറ ഇനി ഉണ്ടാകുമോ പേടിക്കാണ്. ഇങ്ങോട്ട് മൗലിമാരോടൊക്കെ മഴ കുറയാനുള്ള വല്ല ദിക്റും ദുആ, തൊട്ടപ്പുറത്തെ ആഴ്ച പറഞ്ഞിട്ടുള്ളൂ മഴ പെയ്യാനുള്ള ദിക്റും ദുആ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന്റെ നോട്ടീസ് ബോർഡില്ലേ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന്റെ നോട്ടീസ് ബോർഡ് ഈദ്ഗാഹ് മൈതാനിന്ന് പോന്നിട്ടില്ല. അപ്പോ അതിന് നന്നായി പെയ്താനുള്ള ദിക്റുകളും ദുആകളും അതും മിമ്പർമെന്ന് പഠിപ്പിച്ചോണി. പേടിയാണ്, കാരണം ഒറ്റ വട്ടം പെയ്തിട്ടുള്ളൂ. വളപ്പക്ക് കയറണ്ടാർന്നവനൊക്കെ ലാസ്റ്റ് ഹെലികോപ്റ്ററിന്ന് കൊണ്ടേക്കേനി. വളപ്പക്ക് കയറണ്ടാർന്നവനൊക്കെ ഈ റോട്ടിൽ കൂടെ ഒക്കെ എങ്ങനെ വണ്ടി കൊണ്ടുപോകുക എന്ന് പറഞ്ഞവനൊക്കെ അള്ളാഹു ബിരിയാണി ചെമ്പിൽ കയറിട്ട് കൊണ്ടുപോയി, വള്ളത്തെ കൂടെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുകയിനി പടച്ചോൻ. ബെടായി പറഞ്ഞോലും ഞാൻ എൻ്റെ വളപ്പ് വിട്ടു പോകൂല, നയിച്ചുണ്ടാക്കിയ റബ്ബറും തോട്ടം വിട്ടു പോകൂല, ഇത് ഞാൻ ഗൾഫിൽ 18 കൊല്ലം ഉണ്ടാക്കിയതാന്ന് പറഞ്ഞവനൊക്കെ അവിടുന്ന് ലാസ്റ്റ് ആരെങ്കിലും വണ്ടിയേരി പറഞ്ഞിട്ട് തോണിയിൽ വരെ കൊണ്ടുപോയി. പടച്ചോൻ പഠിപ്പിക്കായിരുന്നു. എന്താ അറിയോ, അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലാതെ സെക്കൻഡ് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും സവിശേഷമായ പദവിയാണ് കെൻസ്, നിധി. ആ നിധി ആർക്കാണ്? ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലണോൻ. അങ്ങനെ വെറുതെ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ അങ്ങനെ ചെല്ലാന്നല്ല അതിന്റെ അർത്ഥം. ശറഹ് നമ്മൾ വായിക്കണം, മനസ്സിലാക്കി ചെല്ല. എന്താ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ? എന്താ എത്ര ശ്രേഷ്ഠത! അല്ലാഹുവേ, നിന്റെ കഴിവല്ലാത്ത ഒരു കഴിവും ഈ ലോകത്തില്ല. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ സമ്പാദിച്ച പൈസയും മക്കളും വീടും ജോലിയും ഒക്കെ ഉപകാരപ്പെടുള്ളൂ. അതാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നതിൻ്റെ ആത്യന്തികമായ അർത്ഥം. നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ടവനാണ്. കാരണം പടച്ചോൻ വിധിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഉപകാരമില്ലാതെയായി പോകും. അത് ഓരോ സംഭവവും നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കും, നമ്മുടെ മക്കളൊക്കെ അവരുടെ സ്റ്റാറ്റസിലൊക്കെ കാണാം നമ്മുടെ തൗഹീദുള്ള കുട്ടികളുടെ മക്കൾ വരെ ചിലപ്പോൾ അറിയാതെ ആയിരിക്കും. എനിക്ക് ഇന്നലെ നമ്മളുടെ ഒരു ഇസ്ലാഹി പ്രവർത്തകൻ ഒരു വീഡിയോ അയച്ചു തന്നു. മഫ്തക്കെട്ട പെൺകുട്ടികൾ ഒക്കെയുള്ള ക്യാമ്പസിലേക്ക് TV-യുടെ അവതാരകൻ കൊണ്ടുപോയിട്ട് അവരോട് ചോദിക്കുകയാണ്, ആണും തമ്മിൽ കല്യാണം കഴിക്കുന്നതിനെ പറ്റി എന്താ നിങ്ങളെ അഭിപ്രായം? പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇന്നലത്തെ TV പ്രോഗ്രാം താട്ട പറഞ്ഞ് മുമ്പുണ്ട്, ഇന്നലത്തത് പുതിയത്. മുസ്ലിം കുട്ടികളെ മാത്രം തെരഞ്ഞെടുത്ത് ചോദിക്കുകയാണ്. ഒന്ന്, നമ്മളെ കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളതൊരു ഭാഗം, അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ള 2ാമത്തെ ഭാഗം, അതറിഞ്ഞിട്ട് അത്തരം ആളുകളോട് മാത്രം ചോദിക്കുക എന്നുള്ള 3ാമത്തെ ഭാഗം. ഒരു അറബി കോളേജ് മഫ്തട്ട കുട്ടികളാണെങ്കിൽ നമുക്ക് അറബി കോളേജിലേക്ക് വിടാം, ഒരു വരൂല, കാരണം കുറച്ചൊക്കെ ഉത്തരം പറയും. ഒരു അറിയില്ല എന്നറിയണ കുട്ടികളെ മുന്നിക്ക് പോയിട്ട്, പക്ഷെ നമ്മളെ കുട്ടികളുടെ മറുപടി എന്താ അറിയോ? അതൊക്കെ ഓരോരുത്തരും ചോയ്സ് അല്ലേ? ബാപ്പാന്റെ ഇമ്മാന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടൊന്നല്ലല്ലോ കല്യാണം. എന്താ ആണും തമ്മിൽ കല്യാണം കഴിച്ചാൽ, എന്താ പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചാൽ? ഞാൻ ഇതിന്റെ മതപരമായ വിഷയം അവിടെ കേട്ടോ, മതപരമായ വിഷയം അവിടെ നിൽക്കട്ടെ. അതൊക്കെ അവനവന്റെ ചോയ്സ് അല്ലേ? അവിടെയാണ് അള്ളാഹ് പറയണത്, ഏതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചോയ്സ്. ഞാൻ കുട്ടികളും കൂടി ഉണ്ടായതുകൊണ്ട് പറയാൻ, ഏതാ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചോയ്സ്? ഞാൻ വിവാഹം കഴിക്കുന്നു, എനിക്ക് കുട്ടി വേണം, അതിന്റെ ആഗ്രഹമാണ്. വേണോ വേണ്ടേ എന്നുള്ളത് അള്ളാണ് തീരുമാനിക്കണം.
വേണോ വേണ്ടേ എന്നുള്ള അള്ള തീരുമാനിക്കണം. എനിക്ക് ചോയ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. വേണോ വേണ്ടേ? ഞാനും എന്റെ ഭാര്യയും സന്തോഷങ്ങൾ പങ്കിട്ടു, ശരി, അത് അള്ള പറഞ്ഞൊരു ഭാഗമാണ്. മകൻ വേണോ മകള് വേണോ കുട്ടി വേണ്ടേ അള്ളയാണ് തീരുമാനിക്കും. അള്ള പറയുമ്പോഴേ ഗർഭിണിയാകുള്ളൂ. എനിക്ക് 2 കുട്ടി ഉണ്ടായി, ആൺകുട്ടി, 3ാമത്തെ പെൺകുട്ടിയാണെന്ന് ഞാൻ ആഗ്രഹിച്ചു, എന്റെ ഭാര്യ ആഗ്രഹിച്ചു, എന്റെ ബാപ്പി ഓളെ ബാപ്പിമ്മ ആഗ്രഹിച്ചു. നടക്കോ? 2 ഗൈനക്കോളജിസ്റ്റുമാർ തമ്മിൽ വിവാഹം കഴിച്ചിട്ട് 3ാമത്തെ പെൺകുട്ടിയാകാൻ തീരുമാനിച്ചു. നടക്കോ? അള്ള എന്താണോ വിചാരിച്ചത് അതേ നടക്കുള്ളൂ. എനിക്കുണ്ടായ ആദ്യത്തെ 2 കുട്ടികളും ഇന്റെ മുഖച്ചായ, ഞാൻ 3ാമത്തെ കുട്ടി ഇന്റെ വൈഫിന്റെ മുഖച്ചായ ഉണ്ടാണെന്ന് ഞാൻ തീരുമാനിച്ചു. നടക്കോ? അള്ള തരണം. നമ്മുടെ ശരീരത്തിന്റെ ഹൈറ്റ്, നമ്മുടെ ശരീരത്തിന്റെ നിറം, നമ്മുടെ കുട്ടി ജനിക്കുമ്പോൾ 6 വിരല് വേണോ 4 വിരല് വേണോ 5 വിരല് വേണോ എന്ന് പടച്ചോൻ തീരുമാനിക്കും. എന്റെ കുടുംബത്തിൽ ജനിച്ചപ്പോൾ ഹാർട്ടിന്റെ ഈ 2 ഭാഗവും ഇത്ര വിടവോടുകൂടി ഒരു കുട്ടി ജനിച്ചിരിക്കണ്. 2.5 മാസം മിംസിലെ വെന്റിലേറ്ററിലിട്ട് ലാസ്റ്റ് ഡോക്ടർ ഒഴിവാക്കാം, ജീവൻ തിരിച്ചു കിട്ടൂല. 1.5 മാസം പറഞ്ഞു, 1.5 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞു കിട്ടൂല. ഭാര്യ ശ്വാസത്തിന്റെ മിടിപ്പില്ലേ കാത്തുന്നൂടെ. ഒരു ദിവസത്തിന് എത്ര വന്നിനറി? അന്ന് 78,000 റുപ്യ ബില്ല് ഒറ്റ ദിവസത്തിന്. വീണ്ടും 1 മാസം കടത്തി. അവസാനം ഡോക്ടർമാർ പറഞ്ഞു ഇതിങ്ങനെ നീണ്ടുപോകേ ഉള്ളൂ, ഊരാം. ഞാൻ ഇന്നും ആലോചിക്കാൻ, ആ ഉമ്മ അവസാനമായിട്ട് പറഞ്ഞു ഡോക്ടറെ 2 മാസം ഏകദേശം കാത്തില്ലേ, 2 ദിവസം കൂടി. ഇന്റെ ഒരാഗ്രഹത്തിനാണ്. ഞാൻ ആ 2 ദിവസം കൊണ്ട് എന്റെ മനസ്സിനെ ഞാൻ ബോധ്യപ്പെടുത്താനാണ് ഞാൻ അള്ളാണ്ട് പ്രാർത്ഥിക്കാം. 2 മാസം കാത്തു നിന്നിട്ട് ഒരു ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല എന്ന് വിചാരിച്ചിടത്തുനിന്ന് അവസാനത്തെ 2 ദിവസം കൊണ്ട് കുട്ടിക്ക് ചെറിയ പ്രോഗ്രഷൻ ഉണ്ടായി. ഇന്ന് 7ാം ക്ലാസ് പഠിക്കുന്ന എന്റെ കണ്ണിന്റെ മുന്നിലൂടെ നടക്കുന്ന കുട്ടിയായിട്ട് അവൻ ഈ ലോകത്ത് ബാക്കിയുണ്ട്. പടച്ചോ തീരുമാനിക്കാണ്. മഹ്മൂദ്, ജമീല, ഫാത്തിമ അത് ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ. മുണ്ടണ്ട, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ. എന്നെക്കാൾ അധ്വാനിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടേനി, ഓൾക്ക് അള്ള കൊടുത്തിട്ടില്ല. എനിക്ക് അള്ള തന്നതാണ്, അൽഹംദുലില്ലാ. ഞാൻ ഗൾഫിൽ പോയി അധ്വാനിച്ചു, ഇന്നെക്കാൾ അധ്വാനിച്ചവനുണ്ടേനി, പടച്ചോൻ ചിലർക്ക് കൊടുത്തിട്ടില്ല. എനിക്ക് അള്ള തന്നതാണ്, അൽഹംദുലില്ലാ. ഇന്റതല്ല. ഞാൻ PSC എഴുതി, ഇന്നെക്കാളും റാങ്ക് കിട്ടിയോല PSC പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അള്ള എന്നെ തെരഞ്ഞെടുത്തു, അൽഹംദുലില്ലാ. പടച്ചവനാണ്, അള്ളാഹുവാണ് എന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യവും തീരുമാനിക്കുന്നത്. നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ കേരളത്തിൽ എത്ര ഹോസ്പിറ്റലിൽ, എത്ര സ്കാനിങ് സെന്ററിന്റെ മുന്നിൽ കിട്ടിയ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിന്റെ മുന്നിൽ ഒളിച്ചിക്കണ മനുഷ്യന്മാരുണ്ടായിരുന്നു. സോങ്ങളെ എന്തേ? ഒന്നുമില്ല, ഭക്ഷണം കഴിച്ചിങ്ങനെ നിന്നതാണ്. ചെറിയൊരു വിറയല് കൊണ്ടുപോയി 3 ബ്ലോക്കാണ് കൊണ്ടുപോയി കയ്യിൽ ഇങ്ങനെ റിസൾട്ട് ആയിട്ട് നിൽക്കുകയാണ്. ചിലപ്പോഴേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. സോളെ എന്തേ കാര്യം? ഒന്നുമില്ല, അള്ള അങ്ങനെ തീരുമാനിച്ചു. വലിയ വർത്താനം പറഞ്ഞ് നടന്നവൻ അള്ളാഹു ചെറിയൊരു സ്ട്രോക്ക്, മുഖം ഈ ഭാഗത്തേക്കാണ് കോടി. ഞാൻ മഴ പറയാം, ഈ ഭാഗത്തേക്കാണ് കോടി, ഈ ഭാഗത്ത് കൂടെ കേലെങ്ങനെ ഒലിക്കും, വീട്ടിൽ സൈഡിൽ പോയിരിക്കുക. ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി പറയും. ആദ്യം 2 ആൾക്കാരൊക്കെ അയലോക്കാരൻ ഓട്ടോറിക്ഷ വിട്ടരണോന്നൊക്കെ ചോദിക്കും. പിന്നെ 7 മാസം കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിന്റെ സെന്ററിന്ന് യാദൃച്ഛികമായിട്ട് പള്ളിത്താരെങ്കിലും കണ്ട, നിങ്ങൾക്ക് ഇപ്പോഴും ചെയ്യണ്ടോ? 7 മാസായില്ലേ, കഴിഞ്ഞു, ലോകം കഴിഞ്ഞു. ഇത്ര ഉള്ളെങ്ങനെ നമ്മള് ഇത്രയേ ഉള്ളൂ. പ്രസവിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പം പ്രസവത്തോടു കൂടി ഉമ്മ മരിച്ചത് എത്ര സംഭവമാണ്. അള്ളാഹു നമ്മളെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കാൻ. ഞാൻ ഒന്നാമത്തെ ഒരു ആമുഖമായിട്ട് പറയട്ടോ, ഇവിടെ അള്ളാഹുവിന്റെ ഒരു ഖുർആനിന്റെ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നമ്മൾക്ക് പറയാൻ, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, എല്ലാ മേഖലയിലും ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് മണ്ണിനടിയിൽപ്പെട്ട ഒരാളെ ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉള്ള ഒരു നാട്ടിൽ നിന്ന് 12 ദിവസമായിട്ടും കണ്ടെടുക്കാൻ കഴിയാത്തത് എന്താണ് എന്ന് ആലോചിക്കുക വഴി ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ആറ്റം ബോംബുകൾ വരെ
അണുബോംബുകൾ വരെ വിക്ഷേപിക്കുവാൻ കഴിയുന്ന, ഇപ്പോഴും ഉക്രൈനും റഷ്യയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് വെറും സൂക്ഷ്മദർശിനിയായ ഒരു വൈറസിനെ കൊണ്ട് പേടിപ്പിച്ച് നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ, അള്ളാഹ് കഴിയുമെങ്കിൽ, അതിൽ നമ്മൾക്ക് ചില ദൃഷ്ടാന്തമുണ്ട്. കോരിച്ചൊരിയുന്ന മഴ പടച്ചോനോട് പ്രാർത്ഥിച്ച് അള്ള നിർത്തിയിട്ടില്ലെങ്കിൽ വീട്ടിന്റെ അകത്തളത്ത് വാതിൽ കുറ്റിയിട്ടിട്ട് പേടിക്കേണ്ടി വരും എന്ന് നമ്മളെ ബോധിപ്പിക്കുമ്പം അതിന് ചില ദൃഷ്ടാന്തം അള്ള നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വഫീ അൻഫുസിഹിം, അത് നമ്മുടെ സ്വന്തം ജീവിതത്തിലും അള്ള കാണിച്ചു തരും. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അതല്ല നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തറിയോ? പടച്ചവനാണ് സത്യം, അള്ളാഹു ഉണ്ട്, ആ പടച്ചവന്റെ കീഴിലാണ് നമ്മൾ. ഞാൻ ആ ഭാഗം ഒന്ന് കൺക്ലൂഷൻ ചെയ്യണം. എന്തറിയോ? ഈ ചിന്ത നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം. അതെന്താ ഈ ചിന്ത നമ്മളെ സ്വാധീനിക്കണം? എന്തറിയോ? ഉമ്മാരെ, വാപ്പാരെ, നമ്മളുടെ മുഴുവൻ സൗകര്യങ്ങളും അള്ളാന്റെ തൗഫീക്കില്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയൂല. അതുകൊണ്ട് പടച്ചവനിന്റെ പക്കലേക്കാണ് അടുക്കേണ്ടത്. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ പക്കലേക്ക് അടുക്കുക വഴിയാണ് നമ്മൾ വിശ്വാസിയാവുക എന്നുള്ളത് ജീവിതം കൊണ്ട് ബോധ്യപ്പെടുത്തണം. അതെങ്ങനെയാ? നമ്മളൊക്കെ ഒരു റേഞ്ച് വരട്ടെ. ഒരു മുജാഹിദ് തൗഹീദുള്ള ഒരാളുടെ റേഞ്ച് ഇപ്പൊ എങ്ങനെ അറിയോ? ഞാനൊക്കെ ഇടയ്ക്ക് ആലോചിക്കണ്, എനിക്കൊരു ചെറിയൊരു വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്താ ആലോചിക്കാറ്, നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ഒരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഹോസ്പിറ്റലിന്റെ സമീപത്താണ് നമ്മളുടെ വീടെങ്കിൽ, അത്യാവശ്യം ഒരു ഹൈവേയുടെയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു റോഡും ഉണ്ടെങ്കിൽ, കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക സുസ്ഥിരത ഉണ്ടെങ്കിൽ, നമ്മളെ പറ്റി ധരിച്ചു വെച്ചെന്താ അറിയാം, ശൈത്താൻ നമ്മളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കാൻ, കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാം. 1.5 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ട് ഒരു കാർഡിയോളജി വിഭാഗം ഡോക്ടറെ ബുക്ക് ചെയ്തിട്ട് കിട്ടി. ആ ഡോക്ടറെ മുന്നിക്ക് ഒരു തൗഹീദുള്ള ഒരു മനുഷ്യൻ ചെന്നിട്ട് ഇരിക്കുമ്പോ അവന്റെ മനസ്സിൽ തോന്നുന്നറിയോ? ഓക്കെ, ബുക്ക് ചെയ്ത് കിട്ടിയല്ലോ, ഇനി ബാക്കി മൂപ്പര് നോക്കിക്കോളൂ. സോ നിങ്ങൾ എവിടുന്നാ നമ്മളൊന്ന് ചിന്തിക്കണ്? എന്താ നമുക്ക് പറ്റിയത്? നിങ്ങൾ ആലോചിച്ചു, എന്റെ മുന്നിൽ ലോകത്തെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ഏറ്റവും നല്ലൊരു ഡോക്ടറെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത് വെക്കുക. നമ്മളങ്ങനെ പോകലുണ്ടല്ലോ. നമ്മൾ അവിടെ എന്താ ആലോചിക്കേണ്ടി? പടച്ചോനെ, അയാൾക്ക് ആ സമയം എന്റെ രോഗം മുഴുവൻ പരിശോധിച്ച് യഥാർത്ഥ പ്രശ്നം കണ്ടെത്താൻ അള്ളാഹു ആ സമയത്ത് അയാൾക്ക് തോന്നിപ്പിക്കണം, തോന്നിപ്പിക്കണം. എന്റെ അസുഖം എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രോപ്പർ മെഡിസിൻ എഴുതാൻ ആ സമയത്ത് അള്ളാഹു അയാൾക്ക് തോന്നലുണ്ടാക്കണം. അക്ഷരം പോലും തെറ്റാതെ, ഗ്രാമ് തെറ്റാതെ. അയാൾ എന്റെ ശരീരത്തിൽ ശസ്ത്രക്രിയ നടത്തുന്നുണ്ടെങ്കിൽ 100 കണക്കിന് ശസ്ത്രക്രിയകൾ അറിയാതെയോ അബദ്ധവശാലോ ചെറിയ ഒരു നരമ്പിന് കേടുപാട് പറ്റി മരിക്കുന്നത് വരെ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച എത്രയോ ശസ്ത്രക്രിയകളുണ്ട്. ആ സമയത്ത് ആ ഡോക്ടർക്ക് അള്ളാഹു കൈപ്പിഴ സംഭവിക്കാതിരിക്കാൻ അള്ളാഹു ബലം കൊടുക്കണം. അയാൾ എഴുതി തന്ന മരുന്ന് ഞാൻ കഴിക്കുക വഴി എന്റെ ശരീരത്തിൽ മാറ്റം അള്ള വരുത്തണം. പടച്ചോനെ, ഈ സുഖപ്പെടുത്തിയാലേ സുഖാകുള്ളൂ. അതുകൊണ്ട് ഞാൻ ഏറ്റവും വലിയ മിംസ് ഹോസ്പിറ്റലിലാകട്ടെ, ഏതൊരു ഹോസ്പിറ്റലിൽ പോട്ടെ, കണ്ണിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോകാതാകട്ടെ, ഡോക്ടറെ കണ്ട് മാസങ്ങൾക്ക് ശേഷം കിട്ടിയ ഡോക്ടറുടെ മുന്നിൽ വന്നിരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണമെന്നറിയോ? പടച്ചോനെ, നീ സുഖപ്പെടുത്തേണമേ. അള്ളാഹുവേ, എന്റെ രോഗം കണ്ടെത്തി നല്ല ചികിത്സ നൽകുവാനും അതുവഴി എനിക്ക് രോഗം മാറാനും നീ തൗഫീഖ് നൽകണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ? ആലോചിച്ച് നോക്കി, അങ്ങനെ നമ്മൾ ചിന്തിക്കലുണ്ടോ? അതോ ഡോക്ടറെ കിട്ടും, അൽഹംദുലില്ലാ അത്രമാൻ ഡോക്ടറാണെങ്കിൽ കുഴപ്പമില്ല, പിന്നീട് മാറിക്കോളും എന്നാണോ നമ്മൾ പറയല്? ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന തെറ്റായ ധാരണയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയൊരു അബദ്ധമായ ധാരണയാണ്. അവനാന്റെ വീട് CCTVന്റെ ക്യാമറയ്ക്ക് വെച്ച് ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക് ആക്കിയിട്ട് അതിന്റെ മുഴുവൻ ഫൂട്ടേജും ഫോണിൽ കിട്ടുമെന്ന് വിചാരിച്ച് ഗൾഫ് പോകുന്നു. കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ എന്താ പറയോ? ആ വീട്ടിൽ എന്ത് നടന്നാലും ഞാൻ അറിയും. നമ്മൾ തവക്കുൽ ചെയ്ത് പോവുകയാണ്. നമ്മളെ ഭാര്യയും കുട്ടി ഇവിടെ കിടക്കുകയാണ്. അടുക്കളയുടെ ഭാഗത്ത് ഗ്യാസിന് ലീക്ക് വന്നു. ഗൾഫിൽ നിൽക്കണ നമുക്ക് ഇതിന് കാണാം ഗ്യാസ് ലീക്ക് അയക്കണത്.
എടത്തനാട്ടുകര കിടക്കണ ഭാര്യക്ക് അറിയണില്ല, ഫോണ് സൈലന്റ് ആണ്, നെഞ്ചവിടുന്ന് പൊട്ടുക അറിയണില്ല. നമ്മള് CCTV ക്യാമറ വെക്കുന്നോടുകൂടി, മതില് കെട്ടിനോടുകൂടി, ഓട്ടോമാറ്റിക് ഡോർ ആക്കണോടുകൂടി, കള്ളം വരാതെക്കാൻ വേണ്ടി സകലമാന സംവിധാനങ്ങൾ ചെയ്യുന്നോടി നമ്മൾ എന്താ കേൾക്കണറിയോ? ഒക്കെ ഓക്കെയാണെന്നാണ്, ഒക്കെ ഓക്കെയാണ്. ഭൂമി ഇങ്ങനെ കുലുങ്ങുന്നു, അടുക്കള ഭാഗം പൊളിയുന്നു, ബെഡ്റൂം കിടക്കണ ഭാര്യ ടീമും അറിയുന്നില്ല. ഗൾഫിൽ നിൽക്കണ നമുക്ക് ഫോണിൽ കാണാൻ കഴിയുന്നു. അവിടെ നമ്മൾ പറയണം, അല്ലാഹുവേ അൻത സ്വാഹിബു ഫിസ്സഫരി, യാത്രയിൽ നീയാണ് അല്ലാഹു എന്റെ കൂട്ടുകാരൻ. ഖലീഫത്തു ഫി അഹ്ലി, പടച്ചോൻ എന്റെ കുടുംബത്തെ നീ കാക്കണം, പടച്ചോൻ എന്റെ മക്കളെ നീ കാക്കണം. ഓന് രാവിലെ സ്കൂൾക്ക് പോവുകയാണ്, എത്ര വണ്ടിന്റെ ഉള്ളിൽ കൂടെ എന്റെ കുട്ടി പോണതറിയോ? പടച്ചോനെ നീ അവരെ കാക്കണം, നിനക്കേ കാക്കാൻ കഴിയുള്ളൂ. ഒരു നായ കടിച്ചാൽ മതിന്റെ കുട്ടിനെ, ഒരു വണ്ടി കുത്തിയാൽ മതിന്റെ കുട്ടിനെ, ഒരു ഓട്ടോറിക്ഷ തട്ടിയാൽ മതിന്റെ കുട്ടിനെ, റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ കാലൊന്ന് പടം മറിഞ്ഞാൽ മതി ലോറിക്കടിയിലേക്ക് എന്റെ കുട്ടി പോകും. പടച്ചോനെ ആ കുട്ടിനെ ഈ നോക്കണം നാഥാ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്തിക്കണ്. ഇങ്ങനത്തെ ഒരു ബോധമാണ് സത്യത്തിൽ തൗഹീദ് വഴി നമുക്ക് ഉണ്ടാണ്ടത്. നമുക്കങ്ങനെ ഉണ്ടാണ്ട്. ഞാനൊരു കോൺട്രാക്ടറെ പണി ഏൽപ്പിക്കുമ്പം ഞാൻ അയാളുടെ മുഴുവൻ കാര്യം നോക്കുമ്പോൾ ഞാൻ മനസ്സിലെന്താ കരുതണ്ടറിയോ? പടച്ചോനെ അയാള് വാർപ്പിന്റെ അന്ന് ഏറ്റവും നല്ലൊരു കോൺട്രാക്ടർ ആണെങ്കിലും ശക്തമായ മഴയങ്ങ് പകുതിയിൽ വെച്ച് പെയ്താൽ ടാർപ്പായിട്ട പോലും വിള്ളൽ വരും. വെള്ളത്തിന്റെ അളവ് കൂടിയാൽ പിന്നീട് ലീക്ക് വരും. തട്ടിന്റെ കാലൊന്ന് കാറ്റത്ത് മുറിഞ്ഞാൽ താഴേക്ക് പതിക്കും. 8 ലക്ഷം ഒറ്റ ദിവസം കൊണ്ട് പോകും. പടച്ചോനെ ഞാൻ നല്ലൊരാളെ ഏൽപ്പിച്ചിരിക്കണ്, നീ നോക്കണം പടച്ചോനെ. ഈ ഒരു ബോധ്യമാണ് സത്യത്തിൽ നമ്മൾക്ക് അല്ലാഹു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഗനിയ്യുൻ ഹമീദ്, നമ്മൾ ദരിദ്രരാണ്, പടച്ചോന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂ. നമ്മളെ ചെക്കന്മാരൊക്കെ ടൂർ പോകുമ്പോൾ ഒരു നിസ്കരിക്കൊന്നുമില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഒല ഹരത്തിലേക്കാരോ ഒല വിചാരം ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റിയ ബാക്കിൽ 2-3 ബൈക്കാരുണ്ട് എന്നാണ്. ഓ 80-100 സ്പീഡിലാ പോവുക. ടയർ ഓനും തമ്മിൽ വെറും ഇഞ്ചുകളുടെ 3/4 ഇഞ്ചിന്റെ ബന്ധം ഉണ്ടാവുള്ളൂ. അള്ളാഹു ഇങ്ങനെ പോണീന്റെ ഇടയ്ക്ക് നന്നായി ശ്രദ്ധിച്ചാലും എതിർദിശീന്ന് വരുന്നോന്റെ കണ്ണ് അള്ളങ്ങനെ പൂട്ടിയാ മതി. എതിർദിശീന്ന് വരുന്നോന്റെ കണ്ണ് അള്ളങ്ങനെ പൂട്ടിയാ മതി. നമ്മുടെ ദേഹത്ത് വന്ന് കയറി റോട്ടിലേക്കാണ് വീഴും. 8 കൂട്ടുകാരൊപ്പം ഉണ്ടാവും, ആശുപത്രി കൊണ്ടുപോകും. പക്ഷെ അള്ളാഹു മരിപ്പിച്ചിട്ടുണ്ടാവും, അള്ളാഹ് മരിപ്പിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞില്ലേ? 100 വേണ്ട 1 കോടി ഉറുപ്പിയും കൊണ്ട്, ഞാൻ ബാപ്പാരോട് പറയും, 1 കോടി ഉറുപ്പിയും കൊണ്ട് അനുവദനീയമായ മാർഗത്തിൽ 1 കോടി ഉറുപ്പിയും കൊണ്ട് നമ്മളെ വണ്ടിയിൽ നമ്മൾ പോവുകയാണ്. നമ്മൾക്ക് നെഞ്ചുവേദന ഇളകി, വണ്ടി കീഴ്മേൽ മറിഞ്ഞു. കാറില് പൈസ ഉണ്ട്, പുറത്തത്തെ ഒരാൾക്ക് ഗ്ലാസ് കൂടെ നോക്കിയാൽ നമ്മൾ ആരാന്നറിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകും. അത്ര അറിയപ്പെടുന്ന ആളാണ്. പക്ഷേ നിലവിളിക്കാൻ ശബ്ദം അല്ല തന്നിട്ടില്ലെങ്കിൽ, വീണ കാറിന്റെ അടുക്കിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ അല്ല തീരുമാനിച്ചിട്ടില്ലെങ്കിൽ 1 കോടി മുന്നിൽ കടന്നിട്ട് ഇങ്ങനെ പടക്കണ നോക്കിയിട്ട് ചിരിക്കേണ്ടി വരും. അതിനെന്തിനാ കടലാസിന്റെ വിലയും പോലും ഇല്ല. പടച്ചോൻ നമുക്ക് തൗഫീക്ക് നൽകണം. അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളെയും പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താന്ന് വെച്ചാൽ, അള്ളാഹു നമ്മൾക്ക് നൽകിയ വീട്, കുടുംബം, പൈസ, ജോലി, കല്യാണം എല്ലാം നമ്മൾ എത്ര അധ്വാനിച്ചാലും അത് അള്ളാന്റെ അനുഗ്രഹമാണ് എന്നും, ഇത് മുഴുവൻ നമ്മൾക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിലേക്ക് വിനയാന്യതരായി അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടി തേടി ജീവിക്കേണ്ടവരാണ് നമ്മൾ എന്ന ബോധ്യം ആദ്യം ഉണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നൊരു ജീവിതക്രമം ഉണ്ടാവും. ആ ജീവിതക്രമം എന്താണ്? നമ്മൾ അള്ളാഹു പറഞ്ഞ കാര്യത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറും. ഇത് ബോധ്യപ്പെട്ടാലേ മാറുള്ളൂ. പടച്ചോന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയുന്ന ബോധ്യപ്പെട്ടാൽ പിന്നെ അള്ളാഹു പറയുന്ന കാര്യത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവരായി മാറും. ഞാന് തൗഹീദുള്ളൊരു കമ്മ്യൂണിറ്റിയോടാണ്, ഒരു മഹലിനോടാണ് സംസാരിക്കുന്നുണ്ട് പറയാൻ. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഞാൻ ആ വാക്ക് എന്റെ കുടുംബത്തെ ഉൾപ്പെടുത്തി പറയണേ, തിരിച്ചു വരണം. മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, പടച്ചോന്റെ കാര്യം നമുക്ക് വലുത്. ഇന്നത് മാറിത്തുടങ്ങും. ഞാന്
കഴിഞ്ഞൊരു നിക്കാഹിന് പോയി. ഇപ്പൊ നിക്കാഹിന് നമ്മളോട് വരാൻ വേണ്ടി പറയുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെയൊക്കെ നിക്കാഹിന് കഴിക്കാൻ പോകുന്ന ആൾക്കാരോടൊക്കെ പറയാം, ഒരു 5-8 ആളെ വിളിച്ചിട്ട് കിട്ടാനിട്ടേക്കാരം നമ്മൾ വിളിക്കുക. പക്ഷെ വിളിക്കുമ്പോൾ വണ്ടി കയറ്റിട്ടാ വിളിക്കുക. മൗലവി നിങ്ങൾ തന്നെ വരണം, നിങ്ങൾ ഇന്നാൾ അവിടെ പറഞ്ഞ കുത്തുബ കേട്ടാണ്ട് കുറച്ച് ആൾക്കാർ കുടുംബത്തിൽ വേണമെന്ന് പറഞ്ഞേക്കണ്, നിങ്ങളെ കുറച്ച് ഫാൻസ് ഉണ്ട് പറഞ്ഞാൽ നമ്മളെ വണ്ടി കയറ്റുക. പോലെ അലി ഷാക്കിർ മുണ്ടേനെ വിളിച്ച് കിട്ടാതെ, ജൗഹർ അനീക്കോടിനെ വിളിച്ച് കിട്ടാതെ, 8ാമത്തെ ആളായിട്ടേക്കാരെ നമ്മൾ വിളിക്കുക. എന്നാലും നമ്മളോട് എന്താ പറയുക വെച്ചാൽ നിങ്ങൾ തന്നെ വേണം, അതിനായിട്ട് കുറെ ആൾക്കാരുണ്ട്. നമുക്കറിയാം സ്വാഭാവികമാണ്, അങ്ങനെ പറയുള്ളൂ. അപ്പൊ നമുക്കും അറിയാതെ വണ്ടി കയറ്റലാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എനിക്ക് കയറി കൊടുക്കും, കുഴപ്പമില്ല, രസമാണല്ലോ. അങ്ങനെ വന്ന് നിക്കാഹിന് അവിടെ പോയി നിന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ വരണം, തൗഹീദിൻ്റെത് വരണം ഒക്കെ പറഞ്ഞ് അവിടെ ഉണ്ട് ജയിൽ പുള്ളി കുറ്റവാളികളുടെ വേഷത്തിൽ. ഞാൻ പറഞ്ഞു നമ്മളെ കുടുംബത്തിലാട്ടോ പറഞ്ഞ് കൈ ഇങ്ങനെ 2 ഭാഗത്തും മുറിച്ചിട്ട് ജയിലിലിടുന്ന വസ്ത്രം 713 ഒരാൾ നമ്പർ, അങ്ങനെ 10-20 ആൾക്കാർ ജയിൽ പുള്ളികളുടെ വേഷത്തിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റും ഓഡിറ്റോറിയത്തിക്കാണ് വന്നൊക്കെ പുതിയാപ്പളിനെ നടുക്കും വെച്ചിട്ട്. എന്നിട്ട് അവന്റെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ നിലമ്പൂരിന്ന് ഞാൻ 100 കിലോമീറ്റർ താണ്ടിയിട്ട് അങ്ങോട്ട് പോയേക്കുക ജയിൽ പുള്ളിന്റെ വേഷത്തില്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതാണോ പുതിയാപ്പള? മൗലവി എന്താ കാട്ട്, എങ്ങനെയൊക്കെ വന്നാല്? അവിടെ ഒരു കല്യാണത്തിന്റെ സദസ്സായതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, നിക്കാഹ് ചെയ്തു കൊടുത്തു. എനിക്കെന്നും തോന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്തെ ഏറ്റവും വലിയ അപമാനം സഹിക്കുന്ന ഒരു വിഭാഗം നിക്കാഹ് ഖുതുബക്ക് പോകുന്ന ആത്മാർത്ഥപരമായ പണ്ഡിതന്മാരാണ്. ഏറ്റവും വലിയ അപമാനം, നിർത്തി അപമാനിക്കും, നിർത്തി. ദയവേത് വാപ്പാരെ, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾ ചെയ്യണം കേട്ടോ, ദയവ് ചെയ്ത് വരണം, അങ്ങനെ അപമാനിക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഉദാഹരണം, നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുള്ള നിലയും വില നിങ്ങൾ ആലോചിച്ച് നോക്കി. കുടുംബത്തിന്റെ കുടുംബസംഗമം, നിങ്ങൾ നടത്തുന്ന കുടുംബസംഗമം, നിങ്ങളെ കുടുംബത്തിന്റെ കുടുംബസംഗമം, ഞാൻ പറഞ്ഞത് കൂട്ടുകുടുംബ സംഗമം ഉണ്ടല്ലോ, അതിൽ നിങ്ങളോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു. നിങ്ങൾ പറയണ പോലെ ഇവിടെ ചെയ്യൂട്ടോ, നിങ്ങൾ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പറ്റി തന്നെ ആലോചിക്കുക. നിങ്ങൾ ആ വീട്ടിലത്തെ കാരണോര് അല്ലെങ്കിൽ നടുവത്ത ആള് നിലക്ക് നിങ്ങൾ മൈക്കിൽ കയറിയിട്ട് പറഞ്ഞു, നമ്മൾ ഈ കുടുംബസംഘം ഭയങ്കര സന്തോഷമാണ്, അതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, വ്യത്യസ്തമായ ഗ്രൂപ്പായിട്ട് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പ്രാർത്ഥിച്ച് നിങ്ങൾ ഇറങ്ങി. അപ്പൊ തന്നെ ഭക്ഷണം വിളമ്പുമ്പം എല്ലാവരും ഒന്നിച്ച് കഴിക്കണം എന്ന് പ്രസംഗിച്ച് നിങ്ങളെ മുന്നിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ കഴിക്കണ്ടെന്ന് പറഞ്ഞ അതേപോലെ 4-5 ഗ്രൂപ്പായിട്ട് ഭക്ഷണം വിളമ്പിയാൽ നിങ്ങൾ ആ സദസ്സിൽ പിന്നെ ഇരിക്കൂലേ? നിങ്ങൾ നീച്ചു പോരും. നിങ്ങൾ എന്താ പറയാ, എന്തിനാ എങ്ങന്മാരെ എന്നെ മൈക്കൊക്കെ കയറ്റിയിട്ട് ഈ വഷളാക്കണത്? മൗലവിമാരെ നമ്മൾ കൊണ്ടുവരും, എന്നിട്ട് പറയും നല്ല ഖുത്തുബയാണെന്ന് അറിയും. എന്നിട്ട് ആ ഖുത്തുബി പറയും ദീനിയായ ഖുത്തുബി അള്ളാന്റെ ബർക്കത്ത് ഉണ്ടാകുള്ളൂ, അനാവശ്യം ഒന്നും ഉണ്ടാകരുത് അറിയും. മൗലവി വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മൗലവിക്ക് ഇറങ്ങണ്ട, മൗലവിന്റെ ബാക്കിൽ നിന്ന് തുണിന്റെ അടിയിൽ നിന്ന് പടക്കം പൊട്ടും തയ്യാറി. പിന്നെ മൗലവി ഇറങ്ങി പോലാണ്. ഞാനൊക്കെ എത്രയോ നിക്കാഹ് ഖുത്തുബിയിൽ ഞാൻ വൈഫിനോട് പറയുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, ഞാൻ ഈ നിക്കലിൽ ഞാൻ വയസ്സനാകൽ നിക്കാഹ് ഖുത്തുബിയിലാണ്. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞ പുതിയാപ്പിളന്റെ മേലേക്ക് ഒരൊറ്റ ചീറ്ററി നിന്റെ താടിമ കൂടിയാ പോകുക, നിങ്ങൾ വെളുക്കും നിൽക്കുന്നോടുന്നേ ആകതാപം ഉള്ളു അതാണ് വെളുപ്പിക്കും. അതിനേക്കാളും വലിയ അപമാനം എന്താ? നിങ്ങളൊന്ന് സത്യത്തിൽ ആലോചിക്കും. എന്നിട്ട് നമ്മളോട് ഞാൻ തൊട്ട് മുന്നത്തെ നിക്കാഹ് കൊത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മൗലവി പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം എന്ന് നിർബന്ധമല്ല, പെട്ടെന്ന് മിന്നിക്കോളി അല്ലെങ്കിൽ നിങ്ങൾ വഷളാവും. നമ്മളോട് നമ്മളെ വിളിച്ചോണെന്നിട്ട് നിങ്ങളെന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് മിന്നിക്കോളി, നിങ്ങൾ വഷളാവും. ഇത് എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കണത്? നിങ്ങളൊന്ന് സത്യത്തിൽ ആലോചിക്കുന്നതിൽ അപ്പുറം ഒന്ന് ആലോചിക്കും. ഇതല്ലേ എന്നിട്ടോ 12 മണിക്ക് നിക്കാഹ്. ഞാൻ ഇതെന്തിനാ പറയണ്ടോ, നമ്മൾ മാറേണ്ട ഒരു മേഖല അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് എടുത്ത് പറയാൻ. 12 മണിക്ക് നിക്കാഹ്. 12 മണിക്കത്തെ നിക്കാഹിന് എപ്പോഴാ വരം വരിക? വരം 1:15. എന്തതിന്റെ വഷളാകലാണ്. പണ്ഡിതന്മാർ അവിടെ വെച്ച് വഷളാക്കലാണ് അറിയേണ്ട കാരണം എന്താ അറിയോ? മൗലവിനോട് എന്ത് പറയോ, മൗലവി 12:01 ആകരുത് കേട്ടോ, 12:02 ആകരുത് കേട്ടോ, 12:03 ആകരുത് കേട്ടോ. ഈ വർത്താനം ആരോട് പറഞ്ഞാൽ മതി? പുതിയാപ്പളോടും കൂട്ടനോടും പറഞ്ഞാൽ മതി. അത് മുണ്ടൂല. ഏതെങ്കിലും ഒരു നിക്കാഹിന്റെ ഇക്കാലത്തെ ചരിത്രത്തിൽ 1% ഉണ്ടാവും മൗലവി വൈകിയത്. ബാക്കി മൊത്തം ആരാ വൈകല്? പുതിയാപ്പിളും ടീമും. ഓരോട് മുണ്ടൂല, അവരോട് പറഞ്ഞാൽ മതി. നോക്ക്,
12 മണിക്കാണ് നിക്കാഹ്. നോക്കി, മൗലവി 12:35 പോകുന്നാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് 12 മണിക്ക് എത്തണട്ടോ. എന്തുകൊണ്ടാ ഞങ്ങളെ വൈകണം നിങ്ങൾക്ക് അറിയോ? നിക്കാഹ് നടത്തണ ഞാൻ അടക്കമുള്ള ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ട്. 2 വീട്ടുകാർ നമ്മൾ നിക്കാഹ് നടത്താം. അപ്പൊ ഞായറാഴ്ച ഒരു നിക്കാഹുണ്ട്, നാളെ കല്യാണം എഴുതിക്കൊള്ളി. ഈ 2 വീട്ടുകാർക്കും ഇല്ലേ, ഓൾക്ക് നാളെ ഞായറാഴ്ച കല്യാണം അല്ലാത്ത ഒരു പരിപാടി പോലെ ജീവിതത്തിലില്ല. സുബൈ മുതൽ പിറ്റേ സുബൈ വരെ ഓൾക്ക് കല്യാണം തക്കാരല്ലാതെ ഒരു പരിപാടിയില്ല. വരുന്ന ഞമ്മക്ക് കല്യാണം എന്നുള്ള വെറും അരമണിക്കൂറാണ്. ആശുപത്രി കേസ് ഉണ്ട്, കുട്ടിന്റെ കാര്യത്തിന് പോകാണ്ട്, ഡ്രസ്സ് എടുക്കാൻ പോകാണ്ട്, പെരി കുത്തിർക്കാണ്ട്, ഇതൊക്കെ നമുക്ക് അതിന്റെ ഇടക്കകത്ത് അരമണിക്കൂറാണ്. എന്നിട്ട് നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടും. എന്നിട്ട് 1.5 മണിക്കൂർ നമ്മൾ കാത്തുനിന്നിട്ട് പിന്നെ നിയന്ത്രിക്കാരറിയോ? 1.5 മണിക്കൂർ വൈകിയ പുതിയാപ്പള്ളി ടീമിനല്ല, 1.5 മണിക്കൂർ കാത്തുന്ന മൗലവിനോട്, മൗലവി 5 മിനിറ്റ് കൊണ്ട് നിർത്താൻ കേട്ടോ. നിയന്ത്രണം മൊത്തം ആർക്കറിയോ? നിയന്ത്രണം മൊത്തം. ഞാൻ ഇന്നോട് ഒരിട്ടം വന്നിട്ട് പറഞ്ഞു, മൗലവി 7 മിനിറ്റ് കൊണ്ട് നിർത്തണം. ഞാൻ പറഞ്ഞു, എന്തിനാ 7 മിനിറ്റ് റിസ്ക് എടുക്കണത്? 2 മിനിറ്റ് തന്നെ മതിയാലോ. എന്തിനാ 7? നിങ്ങൾക്ക് എന്തിനാ ഇത്ര ബേജാറാണ്? 2 മിനിറ്റ്. കാരണം എനിക്ക് പ്രസംഗിക്കാൻ ഒരു അവസരമില്ലായിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചാണല്ലോ ചോദിച്ചത്. നിങ്ങൾ അവിടെ നിക്കാഹ് പറഞ്ഞത് കേൾക്കുന്നുണ്ട്, ഞാൻ ഒന്ന് വരട്ടെ, പ്രസംഗിക്കാൻ മുട്ടിയിട്ടാണല്ലോ നിങ്ങൾ വിളിച്ചേ. നമ്മളെ വിളിച്ചു കൊണ്ടുവരിക. ഞാൻ പറഞ്ഞ എന്നെ എന്നല്ലോ, നിങ്ങൾ എന്നെ വ്യക്തിപരമായിട്ട് വിടീൻ. ഇസ്ലാമികമായ പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ടുവരിക, എന്നിട്ട് 1.5 മണിക്കൂർ നിർത്തുക, എന്നിട്ട് വന്ന വൈകിയ ആളുകളോട് ഒരു അക്ഷരം മിണ്ടാതെ അവിടെ കാത്തുനിന്ന ആളുകളെ നിയന്ത്രിക്കുക. ഇതിനേക്കാളും വലിയ ദീനിനെ അപമാനിക്കുന്ന കാര്യം എന്താണ്? എന്നിട്ട് അവിടെ എല്ലാ തോന്നിവാസം നടക്കുക, അതിനൊക്കെ മൂകസാക്ഷിയായി നമ്മളവിടെ നിൽക്കുക. ബാപ്പാരങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഒരൊറ്റ കാര്യങ്ങൾ ചെയ്യണം, ഉമ്മാരും ചെയ്യണം, ഇത് ചെയ്യണം. എന്താ അറിയോ? കല്യാണത്തിന്റെ മുമ്പ് ഒരു ഏകദേശം നിശ്ചയിക്കൂലേ, ഒരു 15 ദിവസം മുന്നേ നിങ്ങൾ റൗണ്ട് കൂടണം. ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, റൗണ്ട് കൂടണം. ബാപ്പാന്ന് നിലക്ക് മക്കളെ, നമ്മൾ ഏകദേശം ഒരു 10-700 ആൾക്കാരാണ് വിചാരിക്കണം. നിങ്ങൾ എത്ര ആൾക്കാരുണ്ടാവും? ഏകദേശം ഒരു ധാരണയാക്കുക. ഓഡിറ്റോറിയം ഇതാ വിചാരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പാപ്പ ഇന്നതാണ് പാർക്കിംഗ് സൗകര്യം, ഒന്ന് നോക്കട്ടാ. ഓക്കെ, ഓരോന്ന് ധാരണയാക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവസാനം, എടാ ബാപ്പ പള്ളിന്റെ പ്രസിഡന്റ് ആണെന്നതാണ്, നിങ്ങൾ നമ്മളെ മക്കളാണ്, നമ്മളെ കല്യാണം തന്നെയാണ്. എന്നാൽ അലമ്പോ തോന്നിയാസങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാകൂലട്ടോ, ഉണ്ടാകരുത് കേട്ടോ. ഉണ്ടായാൽ ബാപ്പയ്ക്കും ഉമ്മാക്കും സഹകരിക്കാൻ പറ്റില്ല, അള്ളാന്റെ ബർക്കത്തയിൽ ഉണ്ടാവില്ല. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫിൽ ഖൈർ എന്ന പ്രാർത്ഥന തലക്ക് താഴേക്ക് ആകാശത്തിലേക്ക് പോകാതെ അള്ളാഹ് തടഞ്ഞു നിർത്തും. അള്ളാഹ് ഇഷ്ടല്ലാത്തത് അവിടെ ചെയ്താൽ, അതുകൊണ്ട് മക്കളെ അങ്ങനെ ഉണ്ടാകരുത് കേട്ടോ എന്ന് പറയുമ്പം ഒരു നിയന്ത്രണം അവിടെ വരും. ഇത് മുണ്ടൂല. നമ്മളെ സാധാരണ ഉമ്മാര് പറയും, ഞങ്ങളുടെ നാട്ടിലൊരു താത്ത ഉണ്ട്, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തലങ്ങനെ ഇങ്ങനെ വന്നു. അപ്പൊ എന്ത് പേനുണ്ട് അറിയും, പേനുണ്ടെങ്കിൽ വാർന്നൂടെ, വാർന്ന പേന ഇളകുന്ന അറിയും. വാർന്ന പിന്നെ ഇങ്ങനെ ഒന്നായിട്ട് വാരണം, പിന്നെ പൊട്ടിക്കണം, ഭയങ്കര റിസ്ക് ആണല്ലോ. അതുകൊണ്ട് കുറച്ച് കടി ഉണ്ടായാലും വേണ്ടില്ല, ഇങ്ങനെ മുണ്ടാതൊക്കെ. അതേമാതിരി വാപ്പാരും സംഗതിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടാൻ സാധ്യതയുണ്ട്, പടക്കം പൊട്ടാൻ സാധ്യതയുണ്ട്. അറിഞ്ഞാലും മുണ്ടാതാവും, ഇങ്ങനെ നിൽക്കുക. പൊട്ടാണെങ്കിൽ എന്താ മൗലവി കാട്ട, നമ്മളെ കയ്യിലല്ലല്ലോ, അതുവരെ നമ്മളെ കയ്യിൽ തന്നെയാണല്ലോ, ബില്ലും നമ്മളാണല്ലോ, നമുക്ക് ഇരുന്നൂടെ, 5 മിനിറ്റ് വർത്താനം പറഞ്ഞൂടെ, 5 മിനിറ്റ് വർത്താനം പറയണം മക്കളോട്. മക്കളെ ഇങ്ങനെ ഉണ്ടാകരുത്. ചെറിയ കുട്ടികൾ അതൊന്നും അനുവദിക്കുന്ന കാര്യത്തിനല്ല. എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, വർത്തമാനം പറയുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, ഇസ്ലാമിക മര്യാദകൾ പറയുന്നു, അതൊന്നല്ല. പക്ഷേ സകല തോന്നിയാസങ്ങളും ഒരു വിവാഹത്തിന്റെ വേളയിൽ അവിടെ ഉണ്ടാകുന്നു. എന്നിട്ട് അവിടെ നമ്മൾ വരുന്ന മൗലവിനോട് ഭയങ്കര രസമാണ്. 7 മിനിറ്റ് എന്നിട്ട് അതിൽ ഫോം വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ മാസത്ത് നിൽക്കാൻ മൗലവി ഒരു 10-12 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചുരുക്കണം, ആയിക്കോട്ടെ. പിന്നെ കുട്ടിന്റെ കുറച്ച് അമുസ്ലിം സഹോദരങ്ങളുണ്ട്, അവർക്കും കൂടി പറ്റിയ രൂപത്തിൽ ആയിക്കോട്ടെ. പിന്നെ അവിടുന്ന് വരുന്ന ടീമിൽ കുറച്ച് സമസ്തയുടെ വിശ്വാസം, ഓൾക്കും കൂടി പറ്റിയ രൂപത്തിൽ ആയിക്കോട്ടെ. പിന്നെ നമ്മളെ ടീമും കൂടി ഉണ്ട്, ഓൾക്കും കൂടി. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഒരു 12 മിനിറ്റ് കുത്തുപോണ്ട് നമുക്ക് ഒരു 3 ആളെ മുസ്ലിം ആക്കണം, 2 ആളെ മുജാഹിദും ആക്കണം, ഒരാളെ ഇഖ്വാനിസത്തിൽ നിന്ന് തൗഹീദിന്റെ വഴിക്ക് എത്തിക്കണം. 12 മിനിറ്റും അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. നോക്കി നോക്കാം, ആയോക്ക. നമ്മൾ എവിടെയാ സ്വങ്ങൾ നിൽക്കണത്? എവിടെയാ നമ്മൾ നിൽക്കണം? നമ്മൾ എന്തിനാ സത്യത്തിൽ നല്ലൊരു ഖത്തീബിനെ കൊണ്ട് എന്തിനാ അറിയോ? അയമുട്ടിയാക്കാന്റെ നിക്കാഹിന് അൻസാർ നന്മണ്ട മൗലവി വന്ന് ആ പുളിച്ചി തരത്തിന് വേറൊന്നുമില്ല. അതൊരു നന്മക്കാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ് കേൾക്കണ്ടേ?
അല്ലെങ്കിൽ മൗലവി പറഞ്ഞ അവിടെ നടപ്പിലാക്കണ്ടേ? ഒരു വ്യക്തിയെ കൊണ്ടുവന്ന്, ഞാൻ പറഞ്ഞ ഒരു കല്യാണത്തിന് പോലും നമ്മൾക്ക് നമ്മുടെ ദീനനുസരിച്ച് തൗഹീദുള്ളവർക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ എങ്ങനെയാ കൂട്ടരെ പടച്ചോന്റെ പക്കലേക്ക് വിനയാന്വിതരാണ് എന്ന് നമ്മളെ പറ്റി പറയാ? ഇതിവിടെ മാത്രമൊന്നുമല്ല, ഞാൻ പറഞ്ഞ ഈ ഒരു മേഖലയില്ല, നമ്മൾ മാറാനാട്ടാ പറഞ്ഞ്. ഇതിന്റെ അർത്ഥം ഞാൻ ആവർത്തിച്ച് പറയാൻ, ഒരു സന്തോഷം വേണ്ട, എല്ലാവരും വെള്ളിയിട്ടാണ്ട് ഇങ്ങനെ വന്നാണ്ട് പള്ളിക്ക് കയറുന്ന മാതിരി വിസ്മിക്കല്ലാഹും പറഞ്ഞ് അങ്ങനെ കയറൊന്നും വേണ്ട. പക്ഷെ ഇസ്ലാം അനുവദിക്കുന്ന സന്തോഷത്തിൽ, ആഹ്ലാദത്തിൽ ഏറ്റവും നല്ലവരായി ജീവിക്കാൻ കഴിയാണ്. ഞാൻ സഹോദരിമാർ കൂടി ഉണ്ടായതുകൊണ്ട് പറയാം, സഹോദരിമാരെ നിങ്ങൾക്കതിൽ വലിയൊരു പങ്കുണ്ട്, നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഞാൻ എന്റെ ഭാര്യയോടക്കം പറയലുണ്ട്, എന്താ അറിയോ, ഒരു സഹോദരി, ഒരു ഉമ്മ, ഒരു ഭാര്യ തീരുമാനിച്ചാൽ കല്യാണങ്ങളും സൽക്കാരം കംപ്ലീറ്റ് ഇസ്ലാമികാക്കാം. പക്ഷെ ഒരു സഹോദരിമാർ തീരുമാനിക്കൂല. എന്തുകൊണ്ടാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇപ്പൊ ഇവിടെ നിക്കാഹ് നടക്കാണ്, കല്യാണം നടക്കാണ്. ഞാൻ ഈ ഭാഗം പറഞ്ഞിട്ട് ഈ ഒരു ഏരിയ അവസാനിപ്പിക്കാട്ടോ. ഒരു നിക്കാഹ് ഖുത്ബാർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ഉമ്മാരും കൂടി ഉണ്ടായതുകൊണ്ട് പറയാൻ, ഒരു മാറ്റം ഈ ക്ലാസ് കൊണ്ട് അടുത്ത ഏതെങ്കിലും വീട്ടിൽ മാറ്റം ഉണ്ടാകാനാണ്. നിക്കാഹ് ഖുത്ബാർക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ പ്രയോറിറ്റി ആയിരിക്കാം വരനും വധുവിനും, അല്ലേ? ആണ്. അത് കഴിഞ്ഞിട്ടാ ബാക്കിയുള്ളവർക്ക്, അങ്ങനല്ലേ? ആണ്. നിക്കാഹ് ഖുത്ബ കേൾക്കാൻ വരൻ എവിടെയാ നിൽക്കുക? വരൻ എവിടെയാ? ഇവിടെ, അല്ലേ? വധു എവിടെയാ? വധു എവിടെയോ ഓളെ നിക്കാഹാണ്. വധു ചില ആൾക്കാർ അവിടെ, ചില ആൾക്കാർ ഇപ്പൊ എന്തോ ഒരു ബിൽക്കിസ് രാജിക്ക് കൊട്ടാരം ഉണ്ടാക്കി വെച്ച മാതിരി അങ്ങനെ സെന്ററിൽ ഇങ്ങനെ ഇരിക്കും, രണ്ടാൾക്കാർ സൈഡിൽ നിന്ന് ഇങ്ങനെ വീശും, ഇങ്ങനെ ഇരിക്കും. വേറെ ചില ആൾക്കാർ നമ്മളിവിടെ നിക്കാഹുത്ത് പടത്തുമ്പോൾ അവിടെ മറ്റുള്ളപ്പോൾ ഫോട്ടോ ഇങ്ങനെ എടുത്താണ് ഇങ്ങനെ വലിയ സംഭവമാകുക. അപ്പൊ അത് ആർക്കാ നിക്കാഹുത്തുക? കാരുണ്യത്തോടു കൂടി വർത്തിക്കണം ആരോടാ അറിയോ? 75-85 വയസ്സായ കാക്കാർ ഇങ്ങനെ ഇരിക്കും. നമ്മൾ പണ്ട് ഒരിത് പറയലുണ്ട്, സമദാനി സാഹിബ് മദീനയിലേക്കുള്ള സാധാരണ പരിപാടി കടപ്പുറത്ത് അവതരിപ്പിച്ച സമയത്ത് സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ എടുത്തിന്. സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ. അപ്പൊ ഞാൻ ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് കണക്ക് പറയട്ടോ, 10,000 ആൾക്കാരുണ്ട് ഇതിക്കൂടെ. അദ്ദേഹം എഴുന്നേറ്റ് നിന്നാണ്ട് പറഞ്ഞു, കൈ ഇങ്ങനെ പിടിച്ചാണ്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും സ്ത്രീധനം വാങ്ങുകയില്ല എന്ന് അള്ളാന്റെ പേരിൽ സത്യം ചെയ്യുന്നു. 10,000-ൽ 8,000 ആൾക്കാർ നീച്ചുന്നാണ്ട് ഇങ്ങനെ പറഞ്ഞു. 2,000 ആൾക്കാർ നീച്ചുന്നില്ല. അതിൽ സമദാനി സാഹിബ് ചോദിച്ചല്ലോ, എന്താടാ 2,000 ആൾക്കാർ? മൗലവി ഓലൊക്കെ കെട്ടാല്ലോലാണ് പറഞ്ഞല്ലോ. അപ്പൊ പൊന്തിയോലോ ചോദിച്ചു. പൊന്തിയതൊക്കെ കെട്ടി 4 മക്കളുണ്ടായതല്ലോ, ഓർക്ക് ധൈര്യത്തിൽ നീച്ചിക്കാലോ. ഇനി ഒരു സ്ത്രീധനം വാങ്ങുന്നില്ലല്ലോ, അള്ളാന്റെ നാമത്തിൽ ഞാൻ സ്ത്രീധനം വാങ്ങൂല. ഇഞ്ഞെന്ത് പറഞ്ഞിട്ട്? അതേപോലെ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മാന്ന് നമ്മൾ പറയുമ്പോ 85 വയസ്സുള്ള അതിരമാക്ക മൂപ്പരതെല്ലാം കഴിഞ്ഞ് LBW ആകാൻ കാത്തിക്കാണ്. ഇങ്ങോട്ട് അവിടുന്ന് മവദ്ദത്തും റഹ്മത്തും. ഇതാരാ കേൾക്കേണ്ടത്? പുതിയണ്ണ എവിടെയാ? അമ്മാരെ നിങ്ങളെ മക്കളെവിടെയാ? നിങ്ങളെ നിക്കാവിന് ഓലെ നിക്കാഹിന് ഓലെ മക്കളെവിടെയാ? എന്താ മുജാഹിദായ ഒരു ബാപ്പിമ്മ ചെയ്യണ്ടേ? മോളെ എന്റെ നിക്കാഹാണ്, പെൺകുട്ടികളെയും കൂട്ടിക്കോ. ഇവിടെ ഒന്നാമത്തെ സൊഫിലാണ് ഈ ഉണ്ടാണ്ട്. ഭർത്താവ് ഇവിടെ ഉണ്ടല്ലോ, ഓള ഇവിടെ ഉണ്ടാണ്ടത് ഇരിക്കൂല. ഞാൻ പറഞ്ഞ ഒരു മാറ്റം ഉണ്ടാകണം. നിക്കാഹിന് ഇരിക്കുന്നിടത്ത്, ഞാനിത് ചെയ്യാനാട്ടാ പറഞ്ഞത്, നിക്കാഹിന് ഇരിക്കുന്നിടത്ത്, ഒരു നിക്കാഹ് സംഘടിപ്പിക്കുന്നിടത്ത് നമുക്കൊരു ചെറിയൊരു ഇതും കൂടി പറയാം, ട്രിക്കും കൂടി പറഞ്ഞുതരാം. നിങ്ങളൊറ്റ ബാപ്പാർക്ക് അറിയാത്തൊരു കാര്യം, സത്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. നിങ്ങളെ കല്യാണത്തിന് നിങ്ങൾ അറിയാതെ സംഭവിക്കണ ചില തെറ്റുണ്ടാവും, നിങ്ങളെ കൺട്രോൾ നിടുന്നത്. അതെന്താ വെച്ചാൽ നിങ്ങൾ നിൽക്കാൻ ഇങ്ങനെ കയറുമ്പോൾ സൗണ്ട് ബോക്സിന്റെ അവിടെ ഇങ്ങനെ നീക്കാണ്ടാവും ഒരു ചങ്ങായി സാധു. ഓനതൊന്നും അറിയില്ല, ഓന് സ്ഥിരം കല്യാണത്തിൽ ഇങ്ങനെ കയറും. ഓനോട് നിങ്ങൾ പറയാ, നിക്കാഹ് കഴിഞ്ഞാൽ മെല്ലെ അവിടെ നീച്ചു പോകണം. എനിക്ക് നീച്ചു പോണീനാണ് പൈസ അറിയണം. ഇന്ന് എനിക്ക് പൈസ കമ്മിക്കാരം, നീച്ചു പോണീനാണ് പൈസ. കാരണം എന്താ അറിയോ, ഓൻ നിക്കാഹ് കഴിഞ്ഞാൽ ഓന്റെ മനസ്സിൽ ഓൻ ക്രൈസ്തവ ഹൈന്ദവ നിക്കാഹിനൊക്കെ പങ്കെടുത്തോണ്ട് നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ നേരം പൊന്തിക്കണ് അലിമൗല ദം ദം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് ഇങ്ങനെ വരും. ഓൻ അതിനാണ് പൈസ. അപ്പൊ ഓനോട് എന്ത് പറയോ, എടാ ഞങ്ങളെ കല്യാണത്തിനൊക്കെ നീച്ചു പോണീനാണ് പൈസ അറിയാം, ഇന്നാ കായ് കുറയുന്ന അറിയാം. അപ്പൊ നീച്ചു പോയിക്കോളും. ഓനെ കുറ്റം പറയണ്ട, കാരണം ഓനെ പണി അതാണ്, ഓനക്കറിയില്ല. അപ്പൊ അവിടെ നീച്ചു പോയിക്കോളും. അപ്പൊ ഉണ്ടാവൂല ഈ ഒച്ചമ്പളി ഇങ്ങനെ വരും. നമ്മളിങ്ങനെ ആളെ നോക്കുമ്പോൾ കാണൂല, ആരാ അട്ടെന്ന് കാണില്ല. അത് ഓഡിറ്റോറിയത്തിന് സിസ്റ്റം ആയിരിക്കും. അതാണ് വരുന്നോടുകൂടി നിക്കാഹ് ഖുത്ബയിൽ ഇങ്ങനെ ഈമാൻ കൊണ്ട് ആൾക്കാർ വരെ മെല്ലെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചാടാൻ തുടങ്ങും. പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ തീരുമാനമാവും. പിന്നെ എങ്ങനെ പറയും, ഖാലിദാജിന്റെ അദ്രമാജിന്റെ MGM-ന്റെ പ്രസിഡന്റിന്റെ കല്യാണമാണ് അത്. അപ്പൊ പിന്നെ ഞമ്മക്കൊരു വളവുണ്ട്, നമ്മൾ ഉണ്ടാക്കിയൊരു വളവ്. എന്താ നമ്മളെ വളവ്? അതിന് തൗബയൊന്നല്ല. ഞങ്ങളെ നാട്ടില് മുമ്പ് ഉണ്ടായതാട്ടോ, കുറച്ച് പ്രദേശത്താണ്. ഒരു കാക്ക പള്ളിന്റെ ഭയങ്കര സെക്രട്ടറി ആയി അവിടെ നമ്മുടെ പലിശ
രഹിത ബാങ്കിന്റെ ഇതൊക്കെ ഉദ്ഘാടനം ചെയ്തു പള്ളിന്റെ കീഴില്. എന്നിട്ട് പലിശക്കെതിരെ പെരും പ്രസംഗം. മൂപ്പര മകൻ ഗൾഫിലായിരുന്നു. മകൻ പൈസ അയച്ചു അക്കൗണ്ടിക്ക്. അപ്പൊ മൂപ്പര് ബാങ്കിൽ പോയിട്ട് ആൾക്കാരൊക്കെ കൂടെ കൊടുത്തേ, എല്ലാരും ഉണ്ട് ബാങ്കിൽ, കറക്റ്റ് പൈസ തന്നാ മതി, പലിശയൊക്കെ തള്ളിക്കോണ്ട്, പലിശ ഒന്നും എനിക്ക് വേണ്ടാറ്. അപ്പം ഭയങ്കര സംഭവമായില്ല ആൾക്കാർക്ക്. കാരണം ഇങ്ങനെ വലിച്ച മൂപ്പർക്ക് സംഭവമായി. മൂപ്പര ധാരണ 35 ഉറുപ്പ്യക്കാരെന്നാണ്. നോക്ക് 35,000 ഉറുപ്പ്യ ഉണ്ട് പലിശ. കഴിഞ്ഞല്ലോ, ഈമാൻ കഴിഞ്ഞല്ലോ. 35 എഴുതി കൊടുത്ത് 35,000 വരുമ്പോ അതിൽ മൂപ്പര് ഇങ്ങനെ നിന്നു. മെല്ലെ ഔങ്ങി വാങ്ങിയത് എല്ലാവരും അറിഞ്ഞു. കമ്മിറ്റിയിൽ പെരും ചർച്ചയായി. പള്ളി സെക്രട്ടറി എന്നുള്ള നിലക്ക് നിങ്ങൾ പലിശ വാങ്ങിയത്. അതിന് മൂപ്പര് നീച്ചിട്ടാണ് ഞാൻ അതിനൊരു തീരുമാനം പറയാം. എന്താണ്? ഞാൻ വാങ്ങിയത് മഹലിന്റെ അപമാനം ഉണ്ടെങ്കിൽ ഞാൻ സെക്രട്ടറി സ്ഥാനം 2 മാസത്തേക്ക് തൽക്കാലം രാജിയൊക്കെ, എന്നാലും ഉപരി തിരിച്ചു കൊടുക്കൂല. അതേ പരിപാടി ഇതിൽ വരും. സഹോദരങ്ങളെ, നമ്മുടെ വിവാഹം പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആകുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ പടച്ചോൻ ഇഷ്ടല്ലാത്തൊരു കല്യാണം, തുടക്കം തന്നെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഹറാമിൽ, തുടക്കം തന്നെ പടച്ചവൻ ഇഷ്ടമില്ലാത്ത സകല കൂത്താട്ടവും നടത്തിയാൽ പിന്നെ അവിടെ ബാറക്കല്ലാഹു ലക്കുമക്ക് പങ്കുണ്ടാവില്ല. അതുകൊണ്ട് വിവാഹം ഒന്ന് പറ്റുന്ന മേഖലയിൽ വിശാലമായിട്ട് മറ്റൊരു സമയത്ത് വിവാഹം മാത്രം സംസാരിക്കാം. A to Z നമുക്ക് സംസാരിക്കാം. പക്ഷെ ഞാൻ സാന്ദർഭികമായിട്ട് ചെറിയ ഭാഗങ്ങൾ മാത്രം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ കുടുംബത്തിനകത്ത് അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ ഒന്നാമതായിട്ട് കൊണ്ടുവരണം. അത് ബാപ്പിമ്മയും തീരുമാനിക്കണം. ഞാൻ വാപ്പാരോട് ഉമ്മാരോട് ശരിക്കും പറയാണ്, ഉമ്മാരെ വാപ്പാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഹൈസ്കൂൾ അധ്യാപകനാണ്. പഠിക്കുന്ന പലരും ഹയർ സെക്കൻഡറി കോളേജ് അധ്യാപകരുണ്ടാവും. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കോണ്ടി, നമ്മുടെ മക്കൾ എത്തി നിൽക്കുന്ന സ്റ്റേജ് ചിന്തിക്കാൻ പോലും പറ്റൂല. ഞാൻ പറയുന്നത് ഒരു പ്രസംഗത്തിന് വേണ്ടിയല്ല, ചിന്തിക്കാൻ പോലും പറ്റൂല. ചിന്തിക്കാൻ ഈ തൊട്ടടുത്ത് സഹപ്രവർത്തകനായ നല്ലൊരു വ്യക്തി, അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, മൗലവി പടച്ചവനോട് ഒറ്റ തേട്ടേ ഉള്ളൂ, ഒരേ ഒരു തേട്ടം, മാനം കെടാതെ ഈ ദുനിയാവുന്ന പടച്ചവനെ മരിപ്പിച്ചു തന്നാ മതിയെന്ന്. മാനം കെടാതെ. കാരണം ഈ കൂട്ടത്തിൽ ഏറ്റവും സൗഭാഗ്യവാന്മാരായ മാതാപിതാക്കൾ ആരെയൊക്കെയറിയോ? ബാപ്പിയും ഉമ്മാന്റെയും ഇഷ്ടവും അവളുടെയും അവന്റെയും, എന്നാൽ സ്വന്തം മക്കളുടെ ഇഷ്ടവും വാപ്പാന്റെ ഉമ്മാന്റെ ഇഷ്ടത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വന്തം മക്കളുടെ കല്യാണം നടത്താൻ തൗഫീക്ക് കിട്ടിയ വാപ്പാരുമാരുണ്ടെങ്കിൽ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചവരാണ്. കഴിയില്ല. കാരണം പെൺകുട്ടി ആൺകുട്ടി വന്നിട്ട് വാപ്പാണ്ട് പറയാണ്, എത്ര ധൈര്യത്തിൽ 18, 19 വയസ്സുള്ള പെൺകുട്ടികൾ വന്നിട്ട് ബാപ്പാണ്ട് വന്നിട്ട് പറയാൻ, ബാപ്പ എനിക്കോനിഷ്ടാണ്, കല്യാണം കഴിപ്പിച്ചു തരണം. അത് ഇങ്ങളിഞ്ഞ് സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മാനം കെടിയേ ഉള്ളൂ. പിന്നെ ഞെട്ടിക്കൊന്നും വേണ്ടെന്ത്, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിക്കണ്, പണ്ടം വാങ്ങിക്കണ്, കുടുംബക്കാരോട് പറഞ്ഞിക്കണ്, കത്ത്. നിങ്ങൾ വഷളാകുള്ളൂ വാപ്പ, ഞാൻ ഉണ്ടാവൂല. നമ്മൾ ഉരുകാണ്. 51 വയസ്സുള്ള വാപ്പ മദ്യം പറഞ്ഞാൽ, ആ നാട്ടിൽ മദ്യം പറഞ്ഞ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ലീഗുകാരും ഒന്നിച്ചംഗീകരിക്കണ മധ്യസ്ഥ ശ്രമം നടത്തുന്ന വാപ്പ 18 വയസ്സുള്ള പെൺകുട്ടിന്റെ മുന്നിൽ കയ്യും കാലും അറിയാതെ വറക്കാണ്. കാരണം എന്താണ്? അഭിമാനം അങ്ങാടിയിൽ പോയി വെക്കേണ്ട അവസ്ഥ വരികയാണ്. സഹോദരങ്ങളെ, നമ്മളെ കുട്ടിയാളെയും നമ്മളെ കുടുംബത്തിൻ ദീനിലേക്ക് ചേർക്കല്ലാതെ ഒരു പരിഹാരമല്ല. മുതിർന്നവരടക്കം നമ്മളെ നാടുകളിൽ മുഴുവൻ പുതിയ ട്രെൻഡ് വരികയാണ്. എന്താ അറിയോ? എന്താണ്? ഗെറ്റ് ടുഗദർ വെക്കല്ലേ. ഗെറ്റ് ടുഗദറിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ഒന്ന് വാപ്പാരന്മാരെ നിങ്ങളൊരു തഖ്വ ഉണ്ടെങ്കിൽ അതിന് രൂപമാറ്റൊക്കെ വരുത്തി നന്നാവും. ഇതെന്താ സംഗതി ചോദിച്ചാ, 984 ബാച്ച്, 985 ബാച്ച്, എന്നിട്ട് മൈമൂനാത്തും ജബ്ബാറാക്കും പുതിയ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോവുക. എന്നിട്ട് അവിടെ ഇങ്ങനെ വന്നാണ്ട് പഴയ കാര്യമൊക്കെ നീച്ചുന്നാണ്ട് പറയാ, എനിക്ക് മൈമൂനാനെ പണ്ട് ഇഷ്ടമായിന്, ജബ്ബാറിനെ ഫസ്റ്റ് അതേന്നു. എന്നിട്ട് അങ്ങനെ എല്ലാരും പാടെ കൈയൊട്ടാണ്ട് ചിരിച്ചുക. എന്നിട്ട് അതിങ്ങനെ വൈറലാക്കുക. എന്നിട്ട് ഓലൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുക. എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ പിറ്റേ ദിവസം നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? അപ്പൊ ഓള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു സാധനം ഉണ്ടാവില്ല. ഓള് അടയിൽ നിന്ന് അച്ചപ്പം വാങ്ങിയാണ്ട് ഫോട്ടോ എടുത്താണ്ട് ടുഡേസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അപ്പുറന്ന് മറ്റോൻ വാട്ട് എ ടേസ്റ്റി. അപ്പൊ ഓള് എന്നാണ് നമ്മളോട്, ഞാൻ ഇത്രയും കാലം നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ ഇന്ന് വരെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. മൂപ്പരാണല്ലോ എന്നോട് പറഞ്ഞു. മൂപ്പരെ പറയുള്ളൂ, കാരണം മൂപ്പര് തിന്നിട്ടില്ല, ഫോട്ടോ കണ്ടിട്ടുള്ളൂ, നമ്മൾ തിന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് വർത്താനം ഉണ്ടാവുള്ളൂ, സ്വാഭാവികമാണ്.
പിന്നെ അടുത്ത കേക്ക് ഉണ്ടാക്കുക, അത് അയക്ക് വിടുക. അങ്ങോട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് വർത്താനാകുക, ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ടും വർത്താനം. എന്നിട്ട് നമ്മള് എടി ഇങ്ങനൊന്നും പറ്റൂല. ഇതന്നെയാണ് ഇസ്ലാമെന്ന് സ്ത്രീകൾ പോണത്. ഒരു സ്വാതന്ത്ര്യം അല്ലല്ലേ? ഏത് സ്വാതന്ത്ര്യം? ഏത് സ്വാതന്ത്ര്യം സോങ്ങളെ? എത്ര പുരുഷന്മാർ, ഞാൻ ഇന്ന് വെള്ളിയാഴ്ച കൊത്തു കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് ടോട്ടൽ ഒരു 25 മിനിറ്റ് ഉണ്ടാവും. ടോട്ടൽ 5 മെസ്സേജുകളായിട്ട് 25 മിനിറ്റ്. ഒരു ഉമ്മ കരഞ്ഞു വന്ന് പറയണേ, മൗലവി ഇന്നും കുട്ടിയാളും ഇന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടില്ല. അദ്ദേഹത്തോട് പറഞ്ഞ അദ്ദേഹം പറയും, എനിക്കിങ്ങനെ നടക്കല്ലാതെ വേറെ പണിയില്ല, എന്ന് മുതൽ തുടങ്ങി ഇതിങ്ങനെ പറയും. 5ാമത്തെ ടൂറാണ് മൗലവി അവരുടെ ഗെറ്റ് ടുഗദർ ബാച്ച്. 5ാമത്തെ. എന്റെ കാക്കാക്ക് 62 വയസ്സായി, 5ാമത്തെ ടൂറാണ്. ഒരു തവണ ഞങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൺട്രോളില്ല. പെരി പ്രശ്നമായി, പെരിയിൽ കച്ചറയാണ്. എന്ത് കച്ചറ? അവിഹിത ബന്ധത്തിന്റെ തുടക്കം തുടങ്ങാണ്. ഞാൻ എന്റെ നല്ലവരായ കുടുംബത്തിന് ദീനിയായ ആൾക്കാരോട് പറയാൻ, സോളെ കുടുംബത്തിലേക്ക് ദീൻ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ദുനിയാവുന്നും പരലോകത്തുനിന്നും അപമാനം സഹിക്കേണ്ടി വരും. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിന്റെ ചിന്തയും അറിയുന്ന പടച്ചോനെ പറ്റി ബോധത്തിലേക്ക് നമ്മുടെ കുടുംബം വന്നിട്ടില്ലെങ്കിൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന അബഅദന്നാസി ഇൻദല്ലാഹ്, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും അകറ്റി നിൽക്കുന്ന ആളുകൾ 2 മുഖമുള്ള ആളുകളാണ്. അങ്ങാടിയിൽ ഒരു മുഖം, മാന്യതയുടെ മുഖം, മൗലവിന്റെ മുഖം, പള്ളിയൊരു മുഖം, തഖ്വന്റെ മുഖം, സ്വഫ് നേരെയാക്കിനോടത്തൊരു മുഖം, കൈകെട്ടിനോടത്തൊരു മുഖം, ദഅവാ പ്രവർത്തനത്തിനൊരു മുഖം. എന്നാൽ നമ്മുടെ കമ്പനി ആയാൽ, നമ്മുടെ ടീം വന്നാൽ, ഇവിടുന്ന് ചുരം കയറിയാൽ, നമ്മളെ പഴയ ടീമിനെ കിട്ടിയാൽ തഖ്വല്ല, ദീനില്ല, പിന്നെ അവിടെ സകലമാന തോന്നിവാസങ്ങളും ഹലാലാകപ്പെടുക, അവിടെ ഹറാമുകൾ ചർച്ച ചെയ്യപ്പെടുക, അതിനുവേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, തോന്നിവാസങ്ങൾ ഷെയർ ചെയ്യുക. എന്നിട്ട് അവിടെ ആണും പെണ്ണും ഇടകലർന്നിട്ടോ സ്വന്തം ശരീരം കാട്ടിയിട്ടോ ഡാൻസ് കളിച്ച് അത് അങ്ങാടിയിൽ പോയി വിറ്റിട്ട് ആ പൈസ കൊണ്ട് മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. മുസ്ലിം സമുദായം ചെയ്യണതാണത്. ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിക്കുക. എന്നിട്ട് അവരവരുടെ രഹസ്യത്തിൽ ചെയ്യേണ്ടത് പബ്ലിക്കാക്കി കാണിച്ച് അതിന് ഐഫോൺ വാങ്ങി അതിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അങ്ങാടിയിലേക്ക് പബ്ലിക് മാലോകരുടെ മുന്നിലേക്ക് ഇട്ടിട്ട് അതിന്റെ വരുമാനം കൊണ്ട് വയസ്സായ വാപ്പാക്ക് ഗുളിക വാങ്ങി കൊടുക്കുക. ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കുകയാണ്. ഞാനിത് പറയണത് വൈകാരികമായിട്ട് നിങ്ങൾ എടുക്കല്ലേ. നിങ്ങൾ മക്കളോട് വെച്ച് നോക്കി, മക്കൾ എന്താ പറയോ, എന്താണ് ഇനി കുഴപ്പം ബാപ്പാ, എന്താണ് ഇനി കുഴപ്പം? അവർക്ക് കുഴപ്പം ശാസ്ത്രീയപരമായി പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമികമായിട്ട് എന്താ അറിയോ, ഒറ്റ കുഴപ്പമുള്ളൂ. എന്താണ് സ്വർണം പുരുഷന്മാർക്ക് ഹറാം? അല്ലാഹ് പറഞ്ഞു തെറ്റാണ്, ചോദ്യമില്ല. എന്തുകൊണ്ടാണ് പട്ട് വസ്ത്രമായി ധരിക്കൽ പുരുഷന് പാടില്ലാത്തത്? അല്ലാഹ് പറഞ്ഞു പാടില്ല. അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞു. അവനവന്റെ ശരീരം ജാഹിലിയ കാലഘട്ടത്തിലെ സഹോദരിമാർ സ്വന്തം ശരീരവും സ്വന്തം ശരീരത്തിന്റെ അംഗലാവണ്യങ്ങളും മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് എന്ന ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഈ തോന്നിയാസത്തേക്ക് നമ്മളെ കുട്ടികളും കുടുംബവും പോകാൻ പാടില്ല. ആണും പോകാൻ പാടില്ല, പെണ്ണും പോകാൻ പാടില്ല. നമ്മളെ കുടുംബങ്ങൾ മാറുന്നു. എന്തേ പരിഹാരം അറിയോ? അള്ളാഹുവിന്റെ ദീനിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ആ തിരിച്ചുവരവ് എങ്ങനെയാണ്? നമ്മളും നമ്മുടെ കുടുംബവും സുബഹി മുതൽ നമ്മുടെ വീട് ഇസ്ലാമികമായ അന്തരീക്ഷത്തിലേക്ക് വരണം. വാപ്പാരെ, നിങ്ങളുടെ നേതൃത്വത്തിൽ, ഉമ്മാരെ, നിങ്ങൾ 2 പേരും നിങ്ങളുടെ നേതൃത്വത്തിൽ നമ്മളെ വീട് സുബഹി മുതൽ തുടങ്ങണം. മെല്ലെ മെല്ലെയാണെങ്കിലും തുടങ്ങണം. ഇനി വൈകരുത്, തുടങ്ങണം. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുണ്ട്, ഓരോ ദിവസവും രാവിലെ, ഇത് മനസ്സൊന്ന് പോകരുത് കേട്ടോ, ഓരോ ദിവസവും രാവിലെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പാപ്പാർക്കും ഉമ്മാർക്കും 2 അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുന്ന ആളുകളുണ്ട്, മലക്കളുടെ പ്രാർത്ഥന കിട്ടുന്ന ആൾക്കാരുണ്ട്. ആരാണത്? റഹിമല്ലാഹു റജുലൻ. ചില മനുഷ്യന്മാർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടി. ഖാമത്ത് മിനൽ ലൈൽ, അവർ രാത്രി സുബഹിന്റെ സമയത്ത് അല്ലെങ്കിൽ തൊട്ടു മുന്നേ എഴുന്നേക്കും. എന്നിട്ട് അവർ നിസ്കരിക്കും. എന്നിട്ട് ഭാര്യനെ വിളിച്ചുണർത്തും. എന്നിട്ട് ഭാര്യന്റെ കൂടെ അവർ ഒന്നിച്ച് പള്ളിയിൽ പോകും, അല്ലെങ്കിൽ അദ്ദേഹം ജമാഅത്തിന് പോകും. ഭാര്യ അതേ സമയത്ത് നിസ്കരിപ്പിക്കും. അദ്ദേഹത്തിന് ആ വീട്ടിൽ ആദ്യമായി എഴുന്നേൽക്കുന്നത് ബാപ്പയാണെങ്കിൽ, എന്നിട്ട് സുബഹിക്ക് പോകുന്നുണ്ടെങ്കിൽ, വീട്ടുകാരെ സുബഹിക്ക് എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ഓരോ ദിവസവും മലക്കുകൾ ആ ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. മലക്കുകൾ പ്രാർത്ഥിക്കും.
ഉടൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്താ അറിയോ? റഹിമല്ലാഹു ഇംറഅ. ചില ഭാര്യമാർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. എന്തേ കാരണം? അവൾ ആദ്യം എഴുന്നേൽക്കും, എന്നിട്ട് കാക്കാനെ വിളിക്കും, എന്നിട്ട് ഇക്കാക്കാന്റെ കൂടെ പള്ളിക്ക് പോവുക, അല്ലെങ്കിൽ ഇക്കാക്കാനെ പള്ളിക്ക് പറഞ്ഞേക്കെ ചെയ്യും. അവളാണ് ആ വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുക. ഓരോ ദിവസവും മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ആളുകൾ ഇടത്തനാട്ടരിയിലുണ്ട്. അതിൽ നിങ്ങൾ ഉണ്ടാകണം. എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും ആ വിഷയത്തിൽ മത്സരം ഉണ്ടാകണം. ഇത് എനിക്ക് തോന്നുന്നത് അറിയോ, ഈ സുബൈക്ക് പോണ വീട്ടിൽ തന്നെ ബാപ്പാര് പോവുക. എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ സ്ലോ മോഷൻ നടക്കൽ എവിടെ അറിയോ? വീഡിയോസ് ആയിട്ട് സ്ലോ മോഷൻ നടക്കല് സുബൈക്ക് പള്ളിക്കോണ ബാപ്പാരുള്ള വരിയിലാണ്. ബാപ്പാരെങ്ങനെ സുബൈക്ക് പോരാ? ബെഡിൽ നിന്ന് മെല്ലെ നീക്കും. കാരണം മൈമൂന അനങ്ങരുത്, അനങ്ങി പള്ളിക്ക് പോയാൽ സ്വർഗത്ത് പോകും. ഇവിടെ നിന്ന് തന്നെ സഹിച്ചാൻ പറ്റും, അവിടെയും കൂടി അത് ആയ. അതുകൊണ്ട് ഇക്കാര്യം എനിക്കറിയില്ല, അതുകൊണ്ടല്ല മെല്ലെ നീക്കണ്. മെല്ലെ നീക്കുക, മെല്ലെ നടക്കുക, മെല്ലെ കുറ്റി തുറക്കുക, പറയുമ്പോഴത്തേനും മെല്ലെ നിൽക്കുക. കാരണം അള്ളാഹ് നീച്ചിട്ട് ഓളം ദീനിയായി ജീവിച്ച് പടച്ചോനെ എടങ്ങേർ. ഇങ്ങോട്ട് മൂപ്പരൊറ്റക്ക് പോവുക, പോയി നിസ്കരിച്ച്. ചില ആൾക്കാർ ചാവിയും കൊണ്ടൊക്കെ പള്ളിക്ക് വരും. അതിന്റെ അർത്ഥം എന്താ? സലാം വീട്ടി കട്ടൻ ചായ കുടിച്ച് പെരീക്കെത്തും വരെ മൈമൂന നീച്ചൂലെന്ന് ഉറപ്പല്ല, അല്ലെങ്കിൽ ചാവിയും കൊണ്ടില്ലല്ലോ. ആ ഒരു വീട്ടിൽ നമ്മളെ കുട്ടി ഒളിച്ചോടി പോകാതിരിക്കാൻ നമ്മൾ വെച്ച സംരക്ഷണം എന്താ? എന്റെ ഭാര്യ ഹറാമുക്ക് പോകാതിരിക്കാൻ ബാപ്പാരെ നമ്മൾ വെച്ച സംരക്ഷണം എന്താ? നമ്മുടെ ഭർത്താവ് തെറ്റിലേക്കും ഹറാമായ പൈസയ്ക്കും പോകാതെക്കാൻ ഉമ്മമാരെ നമ്മൾ വെച്ച സംരക്ഷണം എന്താ? ഹിജാബൻ മസ്തൂറ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത പ്രൊട്ടക്ഷൻ അവിടെ. അത് നമ്മൾ ഉണ്ടാക്കണ്ടേ? അതിനല്ല അള്ളാഹു ഒരു വീടും ഭാര്യയും ഭർത്താവും ആയിട്ട് നമ്മളാ വീട്ടിലാക്കി. ഇനി ആരാ വേറെ നബി വരാണ്ടോ? സുബഹിക്ക് നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചെഴുന്നേക്കുക, എന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുക. ഇക്കാക്കാനെ പോകാൻ പറ്റും പോവുക, അല്ലെങ്കിൽ ഇക്കാക്കാനെ പറഞ്ഞേക്കുക. ഇത് നമ്മളെ നാട്ടിൽ പോണോല് അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾ സുബൈക്ക് പോകുക, ഈ ഹുത്തുബിങ് ഇതൊക്കെ കേട്ടിട്ട് നരകം കിട്ടുന്നുള്ള പേടിച്ചിട്ട് അത് പോകണ തന്നെ. അപ്പൊ ഓളെ വക കാക്ക അന്ന് പോണോ, ചെറിയ മഴ ഉണ്ട്, അല്ലെങ്കിൽ തന്നെ നമ്മൾ 8:15 നിൽക്കണ തന്നെ, പോകേണ്ടി എഴുതിയിട്ട് അതിൽ ഓളെ വക ഒരു തള്ളും കൂടി. പോകാൻ തള്ളുണ്ടാവില്ല, പോകാതൊക്കെ. ഇനിയിപ്പോ ജലദോഷം വന്ന് നീർക്കെട്ട് വന്ന് അപ്പൊ നമുക്കൊരു സമാധാനം, അൽഹംദുലില്ലാ ഞാൻ എങ്ങനെ പോകാതെ ഒരു ന്യായം കിട്ടാൻ വേണ്ടിക്കേനി. അപ്പൊ ഒരു ന്യായം കിട്ടി, അപ്പൊ ഒരു ഉഷാറായി. ഇങ്ങക്കൊരു മങ്കി ക്യാപ്പ്, ഒരു ടോർച്ചും ഒരു കൊടിയും കൊടുത്ത മൂപ്പർക്ക് സുബൈ കിട്ടൂലേ? കൊടുക്കൂല. കൊടുത്താ എന്താ? ഒന്നുമില്ല, മൂപ്പര് പെരീന്ന് നിസ്കരിക്കും. ഏത് അങ്ങനെ പറഞ്ഞ അപ്പൊ പെരീന്ന് നിസ്കരിച്ച പിന്നെ കുറച്ചേരം കിടക്കും, അപ്പൊ ഒപ്പം കിടക്കാം. വേറൊന്നുമില്ല, വേറെ പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തുടക്കം മുതൽ ഉണ്ടാകേണ്ട ദീനിന്റെ പരിരക്ഷയിലേക്ക് വരണം. ഞാൻ വാക്കുകൾ ചുരുക്കാട്ടോ. സുബഹി മുതൽ തുടങ്ങണം. നമ്മുടെ വീട്ടിൽ ബാപ്പാന്റെ ഇമ്മാന്റെ നേതൃത്വത്തിൽ സുബഹി മുതലായിട്ട് പറഞ്ഞ് ഖുർആൻ ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതുന്ന കുടുംബമായി മാറണം. വിശദീകരണമൊക്കെ പിന്നെ പറയണം, വിശദീകരണമൊക്കെ പിന്നെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുണ്ട്, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടും പാരായണം ചെയ്യാത്ത വീടും തമ്മിൽ അള്ളാഹുവിന്റെ പക്കൽ മയ്യത്ത് കുഴിച്ചിട്ട സ്ഥലവും മുഅ്മിനീങ്ങൾ ജീവിച്ചിരിക്കുന്ന സ്ഥലവും പോലെ വ്യത്യാസമുണ്ട്. എന്റെ വീട്ടിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്, സൂറത്ത് ഗഹഫ് ഞാനും എന്റെ കുട്ടികളും എന്റെ ഭാര്യ ഓതിക്കണമെങ്കിൽ അള്ളാഹിന്റെ ലെഡ്ജറിൽ ഷാഹിദ് മുസ്ലിം, ഭാര്യ ബഹജ ജാസ്മിൻ, മക്കൾ 3 പേർ, ഇവർ അള്ളാഹുവിന്റെ വിശ്വാസികളായ അടിമകളാണ്, അള്ളാഹ് ലെഡ്ജറിൽ എഴുതി വെക്കും. എന്റെ വീട്ടിൽ ഞാൻ ഖുത്ബ പറയണ എന്റെ ഖതീബായ എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഓതിയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ഓതിയിട്ടില്ലെങ്കിൽ അള്ളാഹു ആ വീടിനെ ശവപ്പറമ്പാക്കി എഴുതി വെക്കും. എന്തിനാ ശവപ്പറമ്പ് എന്ന് പറയാൻ കാരണം? ശവപ്പറമ്പിൽ നിസ്കാരമില്ല, ശവപ്പറമ്പിൽ വേറൊന്നുമില്ല. ശവപ്പറമ്പിൽ അള്ളാഹ് ജീവനില്ലാത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലമായിട്ട് എഴുതി വെക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ വീടിന് അള്ളാഹ് ഏതാ എഴുതി വെക്കാൻ? മാറണം. സുബഹി മുതൽ തുടങ്ങട്ടെ. നമ്മുടെ വീട്ടിൽ നമ്മുടെ നേതൃത്വത്തിൽ ഖുർആൻ പാരായണം തുടങ്ങട്ടെ. ബാപ്പാരെ, ഒരു കാര്യം ഞാൻ അടിവരട്ട് പറഞ്ഞുതരാം. എന്റെ വീട്ടിലെ പെൺകുട്ടി ഖുർആൻ ഓതാൻ ഉമ്മയോ ബാപ്പയോ ആങ്ങളയോ മരുമക്കളോ മൂത്തച്ചിയോ എളമയോ ഓതുന്നത് കണ്ടാൽ മതി ഒരു പെൺകുട്ടി ഖുർആൻ ഓത്ത് ശീലമാക്കാൻ. അങ്ങനെ ഒരു തൗഫീഖ് അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട് മഹാഭൂരിപക്ഷം. എന്നാൽ എന്റെ വീട്ടിലെ എന്റെ സ്വന്തം ആൺകുട്ടി ഖുർആൻ ഓതണമെങ്കിൽ, തുടർച്ചയായി ഓതണമെങ്കിൽ അവന്റെ മോഡലായ ബാപ്പ ഓതുന്നത് അവന് കാണണം, ഓതുന്നത് അവന് കാണണം. ഉമ്മ ഓതിയാലോ ഏട്ടൻ ഓതിയാലോ ബാക്കിയുള്ള
ഒരു ആൺകുട്ടി ഓത്ത് ശീലമാക്കണമെന്നില്ല. ബാപ്പ ഓതുന്നത് കാണണം, ബാപ്പ ഓതുന്നത് അവൻ കാണണം. ഞാൻ എന്റെ ഫോണില് വീട്ടിൽ നിന്ന് ഓതിയത് കൊണ്ട് എന്റെ കുട്ടി ഓതൂല. അപ്പൊ നമ്മൾ ആലോചിക്കുക, എന്റെ വീട്ടിൽ ആൺകുട്ടി ഓതുന്നില്ലേ? സമം ബാപ്പയായ ഞാൻ റമദാനിലല്ലാതെ ഓതുന്നത് അവൻ കണ്ടിട്ടില്ല. വീട്ടിൽ അള്ളാഹു മയ്യത്ത് എന്നെഴുതി വെക്കും, വീടിന്റെ പുറത്ത് ഉണ്ടാകരുത്. 2, മൂന്നാമത്തേത് ക്ലാസുകളിലേക്ക് നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒന്നിച്ചു കൊണ്ടുവരണം, എങ്കിൽ മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഈ ക്ലാസ്സിന് വന്ന ഒരാള്, ഞാൻ പറയാം, സ്വന്തം ഭാര്യയും കൊണ്ട് വന്ന ഒരാൾ അടുത്തൊരു കല്യാണത്തിന് അയാൾക്ക് പെട്ടെന്ന് കൺവേ ചെയ്യാൻ സുഖമായിരിക്കും. നോക്കിയാ അന്ന് ഷാഹിദിന്റെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമ്മളെ മകളോട് മുന്നിരിക്കാൻ വേണ്ടി പറയണട്ടോ, പെട്ടെന്ന് കൺവേ ചെയ്യാൻ കഴിയും. ഭാര്യയും ഭർത്താവ് ഒന്നിച്ചാ വന്ന്. അടുത്തൊരു തവണ നിങ്ങളെ വീട്ടിൽ ഇനി കല്യാണം നടക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും, മൗലവിനോട് 12 മണിക്ക് വരാൻ പറഞ്ഞിക്കണ്, നോക്കൂ അദ്ദേഹം 12:40 പോകും, അദ്ദേഹത്തോട് ഇനി സമയം മാറ്റി പറയാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ കൃത്യം വരണട്ടോ എന്ന് പറയാൻ നിങ്ങൾക്ക് ഒന്നിപ്പിച്ച് തീരുമാനിക്കാൻ കഴിയും. മൈക്ക സെറ്റാറിനോട് തോന്നിയാസ പാട്ട് വെക്കരുത് കേട്ടോ, ഇത് ദീനിയായ സദസ്സായിട്ടൊന്ന് പറയാൻ ഉമ്മാക്കും ബാപ്പാക്കും ഒന്നിച്ചു, കാരണം നിങ്ങൾ ഒന്നിച്ച് ദീനി കേട്ടതാണ്. നാളെ സുബഹിക്ക് നമ്മുടെ വീട്ടിൽ ഒന്നിച്ചെഴുന്നേൽക്കാൻ താല്പര്യം ഉണ്ടാവും. കാരണം 2 പേർക്ക് അള്ളാഹുവിന്റെ മലക്കിന്റെ പ്രാർത്ഥന കിട്ടണം എന്ന് നിങ്ങൾ ഒന്നിച്ച് ദീന് കേട്ടതുകൊണ്ടാണ്. നമ്മളെ വീട്ടിൽ ബാപ്പിയും മക്കളെ മുന്നിൽ നിർത്തിയിട്ട് ഖുർആൻ ഓതാൻ ശീലിപ്പിക്കും, കാരണം നമ്മൾ ക്ലാസ് കേട്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മയ്യത്ത് എന്ന് എഴുതിക്കും, അല്ലെങ്കിൽ വിശ്വാസിന്റെ വീട്. അത് നമ്മുടെ വീട് വിശ്വാസിന്റെ വീടാകാൻ നമ്മളും മക്കളും ഒന്നിച്ചോദനം എന്ന് ക്ലാസ്സിൽ ഒന്നിച്ച് കേട്ടതുകൊണ്ട് വീട്ടിൽ സുഖാണ്. ഇതേ സുഖത്തിലേക്ക് നമ്മുടെ മക്കളെയും കൊണ്ടുവരണം. നമ്മള് ഭാര്യ കുട്ടികൾ ഒന്നിച്ച് ദീനി കേൾക്കണം. അല്ലെങ്കിൽ പ്രശ്നം എന്താ അറിയോ? അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മൾ കേൾക്കുന്ന ക്ലാസ് മക്കൾ കേൾക്കൂല. അപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ക്ലാസ് എന്ന് കേട്ടിട്ട് പോയി പറയുന്നത് ഒരൊറ്റ കാര്യവും നമ്മുടെ കുട്ടികൾ ഉൾക്കൊള്ളൂല. എന്താ ഉൾക്കൊള്ളാതൊക്കെ കാരണം അറിയോ? അവർ ദീന് നേർക്ക് നേരെ കേൾക്കണില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം MSMന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഐസ്മിന്റെ വൈസ് പ്രസിഡന്റ്. MSMന്റെ കുട്ടികൾക്ക് 100 ക്യാമ്പിൽ പങ്കെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ, 100 ക്യാമ്പ്, നിശാ ക്യാമ്പും ഹൈസക്കടക്കം 100 ക്യാമ്പിൽ കുട്ടികൾ ക്ലാസ് എടുത്തുകൊണ്ട് വരാൻ. ദീനിന്റെ ഒരു കാര്യം നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെട്ടാൽ, ഒരു ബാപ്പി മാറുന്നതിനേക്കാളും വിപ്ലവകരമായ മാറ്റം ഒരു കുട്ടി മാറും. നിങ്ങൾക്കറിയോ, ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ, ബസ്സിൽ നമ്മളൊരു കുട്ടി സൈഡ് സീറ്റിലാണ്, എതിർദിശയിൽ നിന്ന് ലോറി ഇങ്ങനെ വന്നപ്പം വണ്ടിങ്ങനെ വരതി, ലോറിന്റെ സൈഡ് ഭാഗം കുളത്തുള്ള ഭാഗല്ലേ, അവന്റെ തലക്കനടിച്ചു, ബ്ലഡ് ഇങ്ങനെ വന്നു. നേരെ ആശുപത്രി കൊണ്ടുപോയി. അവന് ബോധം തെളിഞ്ഞപ്പോ ഫസ്റ്റ് പറഞ്ഞ വാക്കുന്നു, ആശുപത്രിയിലാണ് ബ്ലഡ് ഇങ്ങനെ. ബാക്കത്തെ കീശയിൽ 1350 ഉറുപ്പ്യ ഉണ്ട്. അത് കൂട്ടുകാരന്റെ പൈസയാണ്, ഓന് കൊടുക്കാനട്ടോ, അത് ഇന്റതല്ല. അവന്റെ വയസ്സ് എത്രയോ? 18.5 വയസ്സ്. 18.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഞാൻ മരിക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ സാധനം എന്റെ കീശയിൽ വെച്ച് മരിച്ചു പോകരുത് എന്നാ കുട്ടിക്ക് ബോധം ഉണ്ടാകണമെങ്കിൽ ആ കുട്ടി ദീന് കേൾക്കണം. എന്റെ ഒരു ജൂനിയർ ചെക്കണ്ടായിരുന്നു, 21-ാമത്തതോ 20-ാമത്തോ ആ ഒരു പ്രായമാണ്, മരിച്ചു. കോളേജിൽ നിന്ന് മദ്രസയ്ക്ക് ബൈക്കും പോകാൻ ലോറിന്റെ അടിയിൽ പോയി മരിച്ചു. അള്ളാഹു അവന് സ്വർഗം നൽകുമാറാകട്ടെ. ഞാൻ അവന്റെ വീട്ടിലേക്ക് ചെന്നിരുന്നു. എനിക്ക് അത്രയും ഹൃദയബന്ധമുള്ള ആളുകളാണ് അവന്റെ കുടുംബക്കാർ. അവനിപ്പല്ല, ഉമ്മയും അമ്മോനും ബാക്കിയുള്ള ആൾക്കാരാണ്. ഞാനവിടെ പോയപ്പം, 2ാമത്തെ തവണ പോയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അവസ്ഥ? കാരണം വാപ്പല്ലാത്ത കുടുംബത്തിലെ ഏക കുട്ടിയാണ് അവൻ. ആ ആൺകുട്ടി മരിച്ചു, എന്താ അമ്മാന്റെ അവസ്ഥ? അതിനമ്മാവൻ പറഞ്ഞ മറുപടി, മൗലവി, ബാപ്പല്ലാത്തൊരു വീട്ടിലെ ഏക ആൺകുട്ടി കൂടി മരിച്ചാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് ഓന്റെ വിഷയത്തിൽ സന്തോഷമുണ്ട്. എന്താ സന്തോഷം എന്നറിയോ? അവന് മദ്രസയിൽ പോകുമ്പം അന്ന് 3000 ഉറുപ്പ്യ കിട്ടി. അവൻ അതിനൊരു 800 ഉറുപ്പ്യ എടുത്തിട്ട് ബാക്കി 2000-2100 ഉറുപ്പ്യ ഉമ്മാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഉമ്മാണ്ട് പറയും, ഉമ്മ ഒരു 60,000, അന്ന് ഉമ്രക്ക് പോകാൻ അത്ര പൈസ, 60-65 ആ ഒരു ഏരിയയിൽ 70-ന്റെ ഉള്ളിൽ ആയ അമ്മ നിങ്ങളൊന്ന് പറയണേ, എനിക്ക് ഉമ്രക്ക് പോകാനാണെന്ന്. അവൻ പഠിക്കണത് എത്രയോ? പ്രിലിമിനറി കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ആ സമയമാണ്. ഓൻ മരിക്കുമ്പോൾ 34,000 ഉറുപ്പ്യാണ്.
19-20 വയസ്സുള്ള ഒരു കുട്ടി, നമ്മളെ മക്കളെ പ്രായമുള്ള ഒരു കുട്ടി ഈ ദുനിയാവെന്ന് പോകുമ്പോൾ ഉംറക്ക് പോകാൻ വേണ്ടി മദ്രസയിൽ നിന്ന് കിട്ടിയ പൈസയിൽ നിന്ന് ചെലവഴിച്ചതിന്റെ ബാക്കി കൊണ്ട് 34,000 റുപ്യ ഉണ്ടായിട്ട് അത് സാധുക്കൾക്ക് കുടുംബക്കാർ വിതരണം ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് എന്താ സൗകര്യങ്ങളെ കിട്ടിയത്? ദീനാണ്. അത് നമ്മളെ കുട്ടിയാൽ കിട്ടിയാൽ ബാപ്പാനെ ചതിക്കൂല, ബേജാറുണ്ടാവും. ഉമ്മാനെ ചതിക്കൂല, ബേജാറുണ്ടാവും. നമ്മളെ കുട്ടികൾക്ക് ചുറ്റുഭാഗത്ത് എന്താ കിട്ടണ റിമാരെപ്പാരെ എന്താ കിട്ടണ അറിയോ? ഞാൻ അധ്യാപനായതുകൊണ്ട് പറയാൻ, ബാപ്പാൻ എന്തിനാണ് അനുസരിക്കുന്നത്? കാരണം അവർ അവരുടെ ഇഷ്ടങ്ങൾ പറയല്ലേ. അത് എന്തിനാ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം? അധ്യാപകർ എന്തിനാ അനുസരിക്കണത്? കാരണം ഒരു ശമ്പളം വാങ്ങിയ പോലെ ജോലി ചെയ്യല്ലേ. ആ വാപ്പാനിമ്മാനി അനുസരിക്കണ്ട, അധ്യാപകൻ അനുസരിക്കണ്ട. നാട്ടുകാർ മുഴുവൻ സദാചാര പോലീസാണ്. നമ്മക്ക് നമ്മുടെ ലൈഫ് നമ്മക്ക് തീരുമാനിക്കാം, അതിലൊരാൾക്ക് ഇടപെടണ്ട. നമ്മക്ക് ഇഷ്ടല്ലോലെ കെട്ട, ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ് എന്ന് പഠിപ്പിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് നമ്മളെ കുട്ടിക്ക് എന്ത് കിട്ടണം എന്നറിയോ? ഒരു സമുദായത്തെ മുഴുവൻ അള്ളാഹു നശിപ്പിച്ച ഗുരുതരമായ തെറ്റാണ് ആണും പെണ്ണും തമ്മിലുള്ള കല്യാണം. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ച കുറ്റാണ്. അതുകൊണ്ടാണ് ഇന്നും സ്വവർഗരതിക്ക് അറബി പറഞ്ഞ പേരെന്താ അറിയോ? ലൂത്തിയ എന്നാണ്. ലൂത്തിയ. അത് നമ്മളെ കുട്ടി കിട്ടിയാൽ ആ കുട്ടിയുടെ മുന്നിൽ മൈക്കായിട്ട് ഒരു 5 ആള് വന്നിട്ട് എന്താണ് ആണും പെണ്ണും നമ്മൾ കല്യാണം എന്നാണ് ഓല് പറയും. ലോകത്തെ ഏറ്റവും മ്ലേച്ഛകരമായ തോന്നിയാസാണിത്, വൃത്തികേടാണിത്, അശ്ലീലതയാണിത്, ചെയ്യാൻ പാടില്ലാതാണ്. പിന്നെ ചെയ്യുന്നോല് അതവരിഷ്ടാണ്, പക്ഷെ അത് തോന്നിയാസാണ് എന്ന് പറയാൻ നമ്മളിരിക്കുന്ന സദസ്സിക്ക് നമ്മളെ കുട്ടികളും വരണം. പാപ്പായോട് പറയാം, പാപ്പാരെ നമ്മളെ പെണ്ണുങ്ങളെ കൊണ്ടുവരണം. എന്നൊക്കെ ഞാൻ പറയണത് എങ്ങനെ ഉൾക്കൊള്ളുന്ന മനസ്സിലായില്ല. നിങ്ങളെ പെണ്ണുങ്ങളെ കൊണ്ട് നമുക്ക് ദീനിയായിട്ട് സുന്ദരമായിട്ട് വീട്ടിൽ ദീൻ നടപ്പിലാക്കാം. ഭാര്യമാരെ നിങ്ങൾക്കാരും കൊണ്ടുവരണം. എന്നാ പെട്ടെന്ന് ദീനിയ. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക അറിയോ? അല്ലെങ്കിൽ ഇങ്ങനെ പള്ളിക്കന്ന് കുത്തുബേക്കും ഇങ്ങനെ ഇരിക്കും. എന്തേ അത്രയുമാക്ക? ഒന്നുമില്ല മൗലവി, പെരീ കയറാൻ കഴിയൂല. സംഗതി നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, ഓള് ഇത് കേൾക്കൂല. ഞാനൊരു ഉദാഹരണം പറയലുണ്ട്, ഒരു ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടി പറയലുണ്ട്. ഞങ്ങളുടെ നാട്ടില് ഖത്തീബ് ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ 6 അഫ്ശുസ്സലാമ ബൈനക്കും, പരസ്പരം സലാം പറയലാണെന്ന് ഖുത്ബ പറഞ്ഞു. ഖുത്ബ കേൾക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് കാക്കണ്ടേനി. മൂപ്പരെ പെണ്ണുങ്ങൾ പള്ളിക്കൊന്നും വരൂല, മൂപ്പര് കൊണ്ടുവരൂല്ല. അപ്പം മൂപ്പര് ഖുത്ബയിട്ട് സഹാബാക്കൾ പരസ്പരം സലാം പറഞ്ഞതും കൈകൾ കൊടുത്താൽ തസാഖത്തിലേഹിമാ ദുനൂബഹുമാ, പാപങ്ങൾ ഒഴുകിക്കഴിഞ്ഞതും അതുകൊണ്ട് സലാം പറയാന്നുള്ള ദുആയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം ബർക്കത്തും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള പുണ്യമാണ്. ഇതൊക്കെ കേട്ടിട്ട് ഖത്തീബ് പറഞ്ഞു, അതുകൊണ്ട് ആദ്യമായി ഈ ദുആ ചെയ്യേണ്ടത് വീട്ടിൽ കയറുമ്പോഴാണ്. മൂപ്പരിങ്ങനെ വീട്ടിൽ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, പെണ്ണുങ്ങൾ നിങ്ങൾ കൊഞ്ചല്ലിട്ട മനുഷ്യർന്ന്. 54-ാം വയസ്സിൽ ആദ്യമായിട്ട് സലാം കേൾക്കുകയാണ്. മോൾക്കാർ കുളിര് കയറി. കാരണം മൂപ്പത്തി ഇത് കേട്ടിട്ടില്ല. ഇനി മൂപ്പത്തിനോട് ഇത് ആദ്യം മുതൽ അവസാനം വരെ പറയാം, മൂപ്പർക്ക് കഴിയൂല. പെരിയിൽ സലാം പറയൽ നടക്കൂല. കാരണം എന്താ? ഒരാളെ കേട്ടിട്ടുള്ളൂ, മറ്റാൾ കേട്ടിട്ടില്ല. എന്തുകൊണ്ടാ നിങ്ങൾ മക്കളോട് എന്താ പറയണ്ടത്? അനക്ക് ഈ മഫ്ത നല്ല പോലെ ഇട്ടൂടെ, എൻ്റെ ഒരു ചേലും കോലാണുള്ളത്. നമ്മളിങ്ങനെ പല്ലിറുമ്പാന്നല്ലാതെ നടക്കൂല. എന്തുകൊണ്ടാണ് നടക്കാത്തത്? നമ്മൾ കേട്ട പോലെ അവർ കേൾക്കണില്ല. നമ്മൾ കേട്ട പോലെ അവർ കേൾക്കുകയാണെങ്കിൽ 50% അവർക്ക് മാറ്റം ഉണ്ടാവും. ബാക്കി 50 നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സഹോദരങ്ങളെ, നമ്മൾ കുടുംബസമേതം ദീന് കേൾക്കാൻ വേണ്ടി വരണം. ജുമഅക്ക്, ക്ലാസ്സിന്, ലേണിങ്ങിന് ഒന്നിച്ചു വന്നാൽ വീട്ടിൽ അള്ളാഹു മാറ്റം കൊണ്ടുവരും. ഒന്നിച്ചു വന്നാൽ അള്ളാഹു വീട്ടിൽ മാറ്റം ഉണ്ടാകും. അല്ലെങ്കിലോ നിസ്കരിക്കുന്ന ഭാര്യ, കുടിയനായ ഭർത്താവ് ഉണ്ടാകും. തറാവീഹിന് പള്ളിയിൽ പോയി എഴുത്തിക്കാഫിരിക്കുന്ന കുടുംബത്തിൽ ചാടിപ്പോകുന്ന മക്കളുണ്ടാകും. സുബഹിക്ക് വരുന്ന ഭർത്താവിന്റെ വീട്ടിൽ അവിഹിത ബന്ധം സ്ഥാപിക്കുന്ന കുടുംബിനികൾ ഉണ്ടാകും. കാരണം അവർ ദീന് കേൾക്കുന്നില്ല. അവിടെ നിന്ന് മാറ്റമുണ്ടാകണം. പറഞ്ഞതൊന്ന് സംഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നമ്മൾക്ക് ദുനിയാവിൽ സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കണം ഓരോ സമയത്തും. ഇതാണ് ആദ്യം പറഞ്ഞത്. 2, അതിന്റെ ഭാഗമായി നമ്മുടെ ഏത് കാര്യത്തിലും അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. വിവാഹം അങ്ങനെയാക്കണം, ഹറാമുകൾ അതിൽ നിന്ന് മാറ്റണം. 3, നമ്മുടെ വീട് സുബഹി
സുബഹി മുതൽ തുടങ്ങണം. സുബഹിക്ക് മുതൽ ഭാര്യയും ഭർത്താവും എഴുന്നേറ്റ് തുടങ്ങണം. പ്രായപൂർത്തിയായ മക്കളെ നമ്മുടെ കൂടെ നമസ്കരിപ്പിച്ച് തുടങ്ങണം. അടുത്തത് നമ്മുടെ വീടുകൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട മുഅ്മിനുകൾ താമസിക്കുന്ന വീടാക്കി മാറ്റാൻ ഭാര്യയും ഭർത്താവിന്റെയും നേതൃത്വത്തിൽ മക്കളോടുകൂടി ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്ന വീടാക്കി മാറ്റണം. അവസാനത്തേത് ദീനിയായ കാര്യങ്ങൾ ഒന്നിച്ച് കേൾക്കാൻ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചുണ്ടാകണം. എങ്കിൽ വിപ്ലവങ്ങൾ ഉണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അള്ളാഹുവേ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ ബാക്കി നീ നോക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ ഈ ലോകത്തും പരലോകത്തുമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നമ്മൾക്കുണ്ടാകും. അസ്വസ്ഥതകൾക്ക് അള്ളാഹു പരിഹാരം കണ്ടെത്തും. അല്ല എങ്കിൽ നമ്മുടെ മനസ്സ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒന്നുകൂടി നോക്കാമായിരുന്നു കുട്ടികളെ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ, അവളെ ഒന്നുകൂടി ക്ലാസ്സിന് കൊണ്ടുവരാമായിരുന്നു, കേൾക്കാത്തത് കൊണ്ടാണല്ലോ എന്റെ വീട് ഇങ്ങനെയായി തീർന്നത്, എന്റെ ഈ കാക്കയെ ദീനിയായ കാര്യത്തിലേക്ക് ഒന്ന് അടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കണമായിരുന്നു, അതുകൊണ്ടാണല്ലോ, അത് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇന്ന് ഞാൻ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾക്ക് തോന്നി തുടങ്ങിയാൽ ഈ ലോകവും പരലോകവും നമ്മൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നല്ല ഒരു ജീവിതം, ഇസ്ലാമികമായ ഒരു ജീവിതം നമ്മൾക്കുണ്ടാകുവാൻ നമ്മൾ കുടുംബസമേതം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയ മുർസലിങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും അപമാനപ്പെടുത്തുന്ന സംഭവങ്ങളിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ആളുകൾ, നോട്ടീസ് ഒട്ടിച്ചവർ, ആളുകളെ സംഘടിപ്പിച്ചവർ, പണം ചെലവഴിക്കുന്നവർ, സൗകര്യങ്ങൾ ചെയ്തവർ എല്ലാവർക്കും നാഥ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹി ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.